ഗുഡ് മോർണിംഗ് ഓൾ ഗ്രേറ്റ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഓരോ സൂം മീറ്റിങ്ങുകളാണ് നമ്മുടെ എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത്. രാവിലത്തേക്ക് ഈ ഒരു സൂമിലൂടെയാണ് നമ്മുടെ അന്നത്തെ ദിവസം പോലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് അവരവരുടെ വിജയത്തിനായിട്ട് മാത്രം ഈ പ്രൊഡക്റ്റിലൂടെ റിസൾട്ട് കിട്ടിയ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരു സെക്കൻഡ് നേരം കാര്യം, നമ്മൾ ആ പ്രാർത്ഥന മാത്രമാണ്. ഞാൻ എന്നെയൊക്കെ സംബന്ധിച്ച് ഒരു വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ഒന്ന് ബ്ലെസ് ചെയ്തിട്ടാണ് ഞാനൊരു വീട്ടിലോട്ട് പ്രോഡക്റ്റിന്റെ കാര്യങ്ങൾ പോലും പറയാനായിട്ട് പോകുന്നത്. അപ്പം അത്ര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും പ്രോജക്റ്റുമാണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി പറയുക. അതുപോലെ തന്നെ രണ്ടാമത് പറയേണ്ട ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട സാഗർ ജോഷി സാറ്. അപ്പം രണ്ടുപേരെയും ഇനി നമുക്ക് ആരെയൊക്കെ ഓർക്കാമോ, ഇനി സൂമിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് ഒരു സെക്കൻഡ് നേരം നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു ലീഡേഴ്സ്. ഒരിക്കൽ കൂടി ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും തന്നെ ഞാൻ ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് വാം വെൽക്കം ഈ സൂമിലേക്ക്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പം സാറ് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ സാറ് പറയുകയുണ്ടായി, നമ്മൾ എവിടെയും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ആരുടെയും മുൻപിൽ നമുക്ക് ശക്തമായിട്ട് കാര്യം, ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് ആരോടും പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം, നമ്മൾ എപ്പോഴും കോൺഫിഡൻസ് ആയിരിക്കണം. അപ്പം ആ കോൺഫിഡൻസോടുകൂടി നമുക്ക് സംസാരിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ആദ്യം ഈ പ്രൊഡക്റ്റിനെ എന്താണെന്ന് മനസ്സിലാക്കണം, ഈ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം, ഈ കമ്പനി എന്താണെന്നൊക്കെ മനസ്സിലാക്കണം. നമ്മളതെല്ലാം മനസ്സിലാക്കി മാത്രമാണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മിനിമം ആണ് കോട്ടയത്തെ അയൺ ലേഡി. കാര്യം, ഈ ഒരു അവസരം നമുക്കറിയാം, പല പല പ്രതിസന്ധികളൊക്കെ വന്നിട്ട് നമ്മളൊക്കെ ഉറപ്പായിട്ട് പിടിച്ചു നിന്ന് ഞങ്ങളൊക്കെ ദൃഢശക്തിയോടുകൂടി മുന്നോട്ട് വന്നൊരു വ്യക്തിത്വങ്ങളാണ്. അപ്പൊ അവിടെ ഞങ്ങളെ തളർത്താതെ ഞങ്ങളെ പിടിച്ചു നടത്തിയ ഒരു മഹത് വ്യക്തി മാത്രമാണ് നമ്മുടെ മിനിമം. അപ്പോ ആളുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞ ആള് ടീച്ചറായിരുന്നു. ആ ഒരു പ്രൊഫഷനൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു അവസരത്തെ നെഞ്ചോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മളെല്ലാം ഏറ്റെടുത്തിരിക്കുന്ന കണക്ക് തന്നെ നെഞ്ചോടെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു അവസരം ഞാൻ പറഞ്ഞു, പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ ബിസിനസ്സിലേക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ കുറച്ച് പോയിന്റ്സ് ആണ് മാമിന് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവരും അത്യാവശ്യം അറിയേണ്ട പോയിന്റ്സുകളാണ്. അതുകൊണ്ട് തന്നെ പെന്നും ബുക്കും ഒക്കെ എല്ലാവരും ഒന്ന് റെഡിയാക്കി വെക്കുക. കാരണം നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏറെ സ്നേഹത്തോടെ, ഏറെ അഭിമാനത്തോടെ ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മുടെ എല്ലാവരുടെയും മഹത് വ്യക്തിത്വമായ മിനി മാമിനെ ഞാൻ ക്ഷണിക്കുന്നു. മാം, പ്ലീസ് വെൽക്കം. താങ്ക് യു സുജ മാം, താങ്ക് യു. വെൽക്കം ഓൾ ഗ്രേറ്റ് ലീഡേഴ്സ്. ഓക്കെ, സുജ മാം എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ വീട് കോട്ടയമാണ്. ബൈ പ്രൊഫഷൻ ടീച്ചറായിരുന്നു. ഇപ്പം നമ്മളെല്ലാവരും ഈ ഇരിക്കുന്ന ഈ ഒരു പ്രൊഫഷൻ ലൈഫായിട്ട് ഏറ്റെടുത്ത് ചെയ്യുകയാണ്. കാരണം നമ്മളെല്ലാവരും ഇന്ന് ഈ സൂമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടല്ലേ. ജെന്യൂനായിട്ട് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞ പോലെ എനിക്കും എൻ്റെ ഫാമിലിയിലും കിട്ടിയ റിസൾട്ടാണ് ഇന്ന് ഈ ഒരു കൺസെപ്റ്റ് മുന്നിലേക്ക് കൊണ്ടുപോകാനും അനേകായിരങ്ങളിലേക്ക് എത്തിക്കാനും സാധിച്ചത്. ഒരു 5000-ലധികം പേരിലേക്ക് എനിക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ജെന്യൂനിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്ത് ഒരു പ്രൊഫഷനായിട്ട് നമ്മൾ കൊണ്ടുപോകണം. അപ്പം ഞാൻ സുജാമ പറഞ്ഞിരുന്നു ടീച്ചറായിരുന്നു എന്ന്. ആ ഒരു ടീച്ചിങ് മേഖല നമുക്കറിയാല്ലേ, അധ്യാപനം എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പ്രൊഫഷനാണ്. അപ്പൊ ആ ഒരു പ്രൊഫഷൻ മാറ്റി വെച്ചിട്ട് ഇത് ഏറ്റെടുക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു റീസൺ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അറിയാം അല്ലെ, നമുക്ക് ഹെൽത്തും വെൽത്തും ഒരുപോലെ തന്നു കഴിയുമ്പോൾ നമ്മൾ കൈ കൊടുക്കുക. അങ്ങനെയാണ് ഞാനും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് എത്തിപ്പെട്ടത്. അങ്ങനെ നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ ടീമിനോടൊപ്പം നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്ത് പോകണം. അപ്പൊ നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഇറ്റ്സ് എ നോളജ് ബേസ്ഡ് ബിസിനസ്. അപ്പൊ നമ്മൾ സ്റ്റഡി ചെയ്യുക, പഠിക്കുക, നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓഡിബിൾ ആണല്ലോ? ഓക്കെ.
അപ്പം നമുക്ക് ഈ ഒരു പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ മാറ്റിയെടുക്കേണ്ടതായ കുറച്ച് ശീലങ്ങൾ, ഹാബിറ്റ്സിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാണ്. സെക്കൻഡ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ്, കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ശരിക്ക് നമ്മുടെ ഈ ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് ശീലങ്ങൾ, ഹാബിറ്റ്സിനെ പറ്റിയാണ്. ഒരു 12 പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞ് നിർത്തിക്കോളാം. ഒരു 12 പോയിന്റുകളാണ് എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം യു cannot ചേഞ്ച് യുവർ ഡെസ്റ്റിനി, ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ് ആൻഡ് ദ ഹാബിറ്റ്സ് ക്യാൻ ചേഞ്ച് യുവർ ഡെസ്റ്റിനി. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വിധി മാറ്റി എഴുതാൻ ഒന്നും കഴിയത്തില്ല, അല്ലെ? നമ്മുടെ വിധി നമുക്ക് മാറ്റി എഴുതാൻ കഴിയത്തില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ശീലങ്ങളെ മാറ്റിയെടുക്കാം, ഹാബിറ്റ്സിനെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അപ്പം അങ്ങനെ അത് മാറ്റിയെടുത്താൽ ഓട്ടോമാറ്റിക്കലി എന്തായി മാറും? നമ്മളുടെ വിധിയും മാറും. ഞാൻ പറഞ്ഞ തോട്ടെല്ലാം മഹാനായ APJ അബ്ദുൽ കലാം സാറിന്റെ വാക്കുകളാണിത്. ഓക്കെ. അപ്പം ഇതിനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഏത് മേഖലയിലും ഒരു വലിയ വിജയായി മാറാൻ, അതായത് ഏത് ജോലി ആയിക്കോട്ടെ, ഏത് മേഖലയെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹം ആ വിജയം കരസ്ഥമാക്കാൻ ചെയ്യേണ്ട അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഈ 12 പ്രധാനപ്പെട്ട ഹാബിറ്റ്സിനെ കുറിച്ച്, അല്ലെ ശീലങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് കേട്ടതുകൊണ്ട് മാത്രം ആരുടെയും ജീവിതത്തിൽ എന്തുണ്ടാകത്തില്ല? പരിവർത്തനം ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ല. അപ്പം ഞാൻ ഈ പറയുന്ന 12 കാര്യങ്ങൾ കൃത്യമായി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതിൽ ഓരോ കാര്യങ്ങൾക്ക് മുകളിലും നമ്മൾ എന്ത് ചെയ്യണം? പണിയെടുക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വിധിയെ അല്ലെങ്കിൽ ഡെസ്റ്റിനിയെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങൾ ഒക്കെ സഹായിക്കുകയും ചെയ്യുന്ന നമുക്ക്, അതായത് ഇങ്ങനെയുള്ള നമുക്ക് നമ്മുടെ പ്രൊഫഷൻ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കുറച്ച് പോയിന്റുകളാണ്. അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഹാബിറ്റ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം അതിനു മുമ്പ് നമുക്ക് ഈ ഹാബിറ്റ്സ് എന്താണെന്ന് അറിയണം, അല്ലെ? ഹാബിറ്റ്സ്, ശീലങ്ങൾ, അതെന്താണെന്ന് നമുക്കൊന്ന് അറിയണം. എനിക്ക് എന്താണോ നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചോ ആലോചിക്കുക പോലും ചെയ്യാതെ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് ഹാബിറ്റ്സ് അഥവാ ശീലങ്ങൾ. കുറെ നാള് നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളത് ചെയ്യാൻ എപ്പോഴാണോ പ്രാപ്തരാകുന്നത് അന്ന് മുതലാണ് അതൊരു ഹാബിറ്റായി മാറുന്നത്. നമുക്കറിയാം, രാവിലെ ബ്രഷ് ചെയ്യണം, അത് നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എഴുന്നേറ്റു, അല്ലെ? നമ്മൾ പെട്ടെന്ന് തന്നെ ഇതാവുകയാണ്. അപ്പം ഇന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചിന്തിച്ചോ ആലോചിക്കുക പോലും ചെയ്യാതെ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞത്. അപ്പം ശരിക്ക് നമുക്ക് കുറച്ച് ശീലങ്ങളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു വേർഡാണ് സെറ്റ് ക്ലിയർ ഗോൾ. നമുക്ക് അറിയാലേ, ഈ ഒരു മേഖലയിലേക്ക് വന്നതിന് ശേഷം കൂടുതൽ നമ്മൾ കേട്ടിരിക്കുന്നതാണ്. ഫസ്റ്റ് വേർഡ് തന്നെയെന്ന് വേണേൽ പറയാം. ഫസ്റ്റ് ശീലങ്ങളിൽ ഒന്നാണ് സെറ്റ് ക്ലിയർ ഗോൾസ്. കൃത്യമായ ലക്ഷ്യം നിർണ്ണയിക്കുക. ആളുകളെ സംബന്ധിച്ച് എല്ലാ മനുഷ്യർക്കും ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. പക്ഷെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ആയിരിക്കില്ല നിങ്ങളെ വലിയ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. മറിച്ച് എന്തായിരിക്കാം? ശക്തമായ ലക്ഷ്യങ്ങളായിരിക്കും. എപ്പോഴും നമ്മുടെ ലീഡേഴ്സ് ഒക്കെ പറയണ്ടല്ലേ, ലക്ഷ്യം വേണം അല്ലെ? അപ്പൊ എന്താണ് ആഗ്രഹവും ലക്ഷ്യവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ, ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കത് വേണം, ഇത് വേണം, അല്ലെ? ഇങ്ങനെ നമുക്ക് പല കാര്യങ്ങൾ ആഗ്രഹിക്കാം, അല്ലെ? എന്നാൽ ലക്ഷ്യം വേണമെന്ന് പറയുന്നത് ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ തന്നെ കൊണ്ട് എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതൊക്കെ ഓരോന്നോരോന്ന് വളരെ കൃത്യതയോടുകൂടി ചെയ്യുമ്പോഴാണ് അതൊരു ലക്ഷ്യമായിട്ട് വന്നത്. സോ
സെറ്റ് ക്ലിയർ ഗോൾസ് എന്നതാണ് ഒന്നാമത്തെ ഹാബിറ്റ്സ്. അത് നമ്മളെല്ലാവരും മനസ്സിൽ കുറിച്ചിടുക. നമുക്ക് പല പല ലക്ഷ്യങ്ങളിൽ തന്നെ പല കാര്യങ്ങൾ സംസാരിക്കുകയാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു ലക്ഷ്യം നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റൈസ് ടാസ്ക്. നമുക്ക് എല്ലാവർക്കും ധാരാളം കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാനുണ്ട് അല്ലെ? എല്ലാവർക്കും ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എനിക്കും ഉണ്ട് അല്ലെ? അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏത് കാര്യമാണ് പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുക എന്ന് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുൾ ടൈം ബിസി ആയി നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആയിട്ട് നടന്നിട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം മിസ് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു വിജയിയായി മാറാൻ സാധിക്കത്തില്ല അല്ലെ? നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു കൂട്ടി അല്ലെ, മിക്സഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തായി മാറാൻ പറ്റില്ല, ലക്ഷ്യത്തിലെത്താൻ പറ്റത്തില്ല. മറിച്ച് നമ്മൾ ചെയ്യേണ്ടിയ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രയോറിറ്റൈസ് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി 10 ഇരട്ടി കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് 21 days ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സാധിക്കും അല്ലെ? നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ ഡെയിലി വർക്കുണ്ട്, അതുകൊണ്ട് നമ്മൾ ഡെയിലി ബിസിയാണ് എങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സാധിച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ റിസൾട്ട് കിട്ടുക. നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ടിവിറ്റി കൂട്ടുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്മിറ്റ് ടു കണ്ടിന്യൂസ് ലേണിംഗ്. ഇവിടുത്തെ സോമരസ് എല്ലാരും കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. സലിം സാർ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ പഠിക്കണം. കണ്ടിന്യൂസ് ലേണിംഗ് ഈസ് നോളജ് ബേസ്ഡ് ബിസിനസ്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലെ, നമ്മുടെ എന്താണ് ശരിക്ക് അതൊരു നമ്മുടെ ഹാബിറ്റ് ആക്കി മാറ്റണം. ശരിക്ക് എന്താണ്, നമ്മളിത് പഠിക്കണം, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് വരണം, ഇത് ക്ലാസ്സിൽ കയറണം, പഠിക്കണമെന്ന് പറയുമ്പോൾ എനിക്കിതൊക്കെ അറിയാം, മാഗ്നറ്റിക് തെറാപ്പി അല്ലേ, ഇത്ര കാര്യങ്ങളല്ലേ, ഡെമോ കൊടുക്കാൻ എനിക്കറിയാം, പ്രൊഡക്റ്റ് എന്താണെന്ന് പറയാൻ അറിയാം. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് നോളജ് ബേസ്ഡ് ബിസിനസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം പഠിക്കാനായിട്ട് നമ്മൾ ക്ലോസ്ഡ് മൈൻഡ് സെറ്റ് ആകരുത്. നമ്മൾ വീണ്ടും വിശാലമായിട്ട് നമ്മളിത് പഠിക്കാനും അല്ലെ, നമുക്ക് അതൊരു ഹാബിറ്റ് ആക്കി മാറ്റുക. അതായത് ഈ ഒരു ശീലം പഠിക്കുക എന്നുള്ളത് നമ്മളെ ഹാബിറ്റ് ആക്കി മാറ്റാൻ നമുക്ക് വലിയ സക്സസിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. അപ്ഡേറ്റ് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യാനും തയ്യാറാണ്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഇതാണ് ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഹാബിറ്റ് അതാണ്. ഓക്കെ, പിന്നെ ഫോർത്ത് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ഡിസിപ്ലിൻ. നമ്മളെപ്പോഴും അല്ലെ, നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ട് കുഞ്ഞിനെ തൊട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നത് പ്രയോജനകരമാണ്. നമുക്കറിയാം, ഒരു നല്ല ടീമാണെങ്കിൽ അല്ലെ, ഒരു നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടീമാണെങ്കിൽ അവർ ഡിസിപ്ലിന്റെ പാതയിൽ ധാരാളം അല്ലെ പ്രാക്ടീസ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ നമ്മളെ ഡിസിപ്ലിന്റെ പാതയിൽ നമ്മളെ ഒരു ടൂളാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. മസ്റ്റ് ഫോർ യുവർ സക്സസ്. അതായത് അതുകൊണ്ട് ഡിസിപ്ലിൻ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഡിസിപ്ലിൻ അതും എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള വലിയൊരു ടോപ്പിക്കാണ്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ഡിസിപ്ലിൻ ഫോളോ അപ്പ് ചെയ്യുക, അത് നമ്മളൊരു ശീലമാക്കി മാറ്റുക. ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റേ ഓർഗനൈസ്ഡ്. നമ്മൾ കൃത്യമായി ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങൾ നീക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പെട്ടെന്ന് കഴിയും. നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട്, അതായത് ഓർഗനൈസ് ചെയ്യുക. പലപ്പോഴും എന്താണ്, നമ്മുടെ കയ്യിലെ ടൂൾസ് ഒന്നോ രണ്ടോ കാര്യങ്ങൾ എന്താണ് മിസ്പ്ലേസ് ചെയ്യുന്നുണ്ടോ, അതാണ് നമുക്ക് പലതും ചെയ്യാൻ പറ്റാതെ വരുന്നത്. സോ അതുകൊണ്ട് ഏതാണോ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല, എവിടെയാണോ കാര്യങ്ങൾ നന്നായി ചെയ്യേണ്ടത് എന്ന് ഒരു ചെക്ക് ലിസ്റ്റ് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് കൃത്യമായിട്ട് നമുക്ക് ലിസ്റ്റ് വേണം. ആ ലിസ്റ്റ് ഉണ്ടെങ്കിൽ കറക്റ്റായ മേഖലയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് തയ്യാറായാൽ എപ്പോഴാണോ നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടത് ആ ഒരു പെർട്ടിക്കുലർ വർക്ക് നന്നായി നമുക്കത് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുക എന്നതാണ് ടോപ്പ് ലെവൽ 1 പേഴ്സൺ ഉള്ള ഒരു സീക്രട്ട് ആണ്. എന്ത് ചെയ്യുക, നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് പോവുക. ഓക്കെ, അതൊരു ഹാബിറ്റ് ആണ്. നെക്സ്റ്റ് 6ാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് മാനേജ് ടൈം എഫക്റ്റീവ്ലി. ഓക്കെ, മാനേജ് ടൈം എഫക്റ്റീവ്ലി.
നമ്മുടെ ടൈം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? നമുക്ക് എല്ലാവർക്കും അല്ലെ, നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും എല്ലാ വ്യക്തികൾക്കും ഇവിടെ കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ 24 hours ഉള്ളി. അച്ചീവ് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ 30 മണിക്കൂർ കിട്ടി, അല്ലാത്തവർക്ക് 5 മണിക്കൂർ, അല്ല അങ്ങനൊന്നും അല്ല അല്ലെ. എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന കാര്യം നമ്മുടെ ടൈം തന്നെയാണ്. അപ്പൊ ഈ സമയത്തെ കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയുക, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് നമുക്ക് സമയത്തേക്കാൾ മുമ്പോട്ട് പോകാൻ കഴിയണമെങ്കിൽ, കാലത്തെ അല്ലെങ്കിൽ സമയത്തെ ഭരിക്കുന്നവനാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ സ്പീഡ് കൂട്ടുക, അല്ലെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, സ്കില്ലുകൾ കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് മാറ്റം ആരിലേ വരുത്താൻ പറ്റത്തുള്ളൂ? നമ്മളിലേ പറ്റുള്ളൂ. ഇപ്പൊ എത്ര മോട്ടിവേഷൻ അല്ലെ എത്ര ക്ലാസ് കേട്ടാലും നമ്മൾ മാറാൻ നമുക്ക് മനസ്സ് വേണം അല്ലെ. അല്ലാതെ എത്രയൊക്കെ ആര് എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊന്നും മാറാൻ പറ്റില്ല. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മാറ്റം നമ്മളിൽ തന്നെ നമുക്ക് വരുത്താൻ പറ്റും. അപ്പം സമയത്തെ 24 മണിക്കൂർ കൂട്ടാനായിട്ട് നമുക്ക് പറ്റുമോ? ഇല്ല അല്ലെ. പക്ഷെ നമുക്ക് നമ്മളെ കുറഞ്ഞ സമയത്തിൽ, അതാണ് ചിന്തിക്കുന്നത്, നമുക്ക് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. ടൈമിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം നമ്മൾ. നമുക്ക് 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് ആകുന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് പഠിക്കണം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റുകളിൽ ഒന്നാണ് ടൈം മാനേജ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞത് സീക്ക് ഫീഡ്ബാക്ക്. നമ്മൾ പല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നമ്മളെ വീക്ഷിക്കാൻ, നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നില്ല അല്ലെ. നമുക്ക് നമ്മളെ വീക്ഷിക്കാൻ നമുക്കത് എന്നിലുള്ള കുറവ് എന്താണെന്ന് ഞാനത് കണ്ടെത്തണം അല്ലെ. അല്ലെങ്കിൽ ചെയ്യുന്നത് എങ്ങനെയുണ്ട്, അതിൽ എവിടെയൊക്കെയാണ് ഇംപ്രവൈസ് ചെയ്യേണ്ടത്, അല്ലെ പ്രധാനമായിട്ടും ഇൻസ്ട്രക്റ്റീവായ അല്ലെങ്കിൽ ക്രിറ്റിസിസം തന്നെ. അപ്പൊ ഞാൻ എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മളെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഒരാളുടെ അടുത്തോട്ടല്ല സമീപിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ആളോട് നമ്മൾ പോയി ചോദിക്കരുത്. നമ്മളെ വീക്ഷിക്കുന്ന ഒരാൾ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടാവും, നമ്മളോടൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് കൺസ്ട്രക്റ്റീവായ നിങ്ങളെ നെക്സ്റ്റ് ലെവലിലേക്ക്, അതായത് അതാണ് ചിന്തിക്കേണ്ടത്, നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പുള്ള ആൾക്കാരുടെ അടുത്ത് പോയി ചോദിക്കുക. അത്തരത്തിലുള്ള ആളുകളോട് ഫീഡ്ബാക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് അത്തരത്തിലുള്ള ആളുകളുമായിട്ട് ഫീഡ്ബാക്ക് നമ്മൾ എടുത്തുകൊണ്ട് ഒരു ഈഗോ ഇല്ലാതെ തന്നെ, അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈഗോ ഇല്ലാതെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള കറക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു നല്ല പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം നിങ്ങളിൽ ഒരു വലിയ ഓറ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുകയാണ്. അല്ലാണ്ട് ഞാൻ എല്ലാം പെർഫെക്റ്റ് ആണ്, അല്ലെ എനിക്കെല്ലാം അറിയാം, ആരും എന്നെ ഒന്നും പറഞ്ഞു തരണ്ട, അങ്ങനെയല്ല. നമുക്ക് എന്താണ് കുറവുള്ളത്, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാർ ചോദിക്കുന്നത്, ഞാൻ ഇനി എന്താണ് ബെറ്റർ ആക്കേണ്ടത്, എനിക്ക് എന്താണ് എന്റെ കുറവുകളുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുമായിട്ട് ശരിക്കും കുശുമ്പുള്ള വ്യക്തികൾ ഇത് പറഞ്ഞത്, പച്ച മലയാളത്തിൽ പറഞ്ഞതാണ്, കുശുമ്പുള്ള വ്യക്തികൾ ഇത് പറഞ്ഞു തരത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ അവരുമായിട്ട് ചോദിക്കുക. അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ പറഞ്ഞു. അപ്പൊ സീക്കിംഗ് ഫീഡ്ബാക്ക് നമ്മളെ മറ്റൊരാളുടെ കണ്ണുകളിലൂടെ കണ്ട് നമ്മളിൽ വരുത്തേണ്ട തിരുത്തലുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതെല്ലാം ആവിഷ്കരിച്ച് വലിയ വിജയം നമ്മൾ നേടിയെടുക്കുക. അതിന് ഈ ഒരു ഹാബിറ്റ് നമ്മൾ ശീലമാക്കി മാറ്റിയെടുക്കുക. സീക്ക് ഫീഡ്ബാക്ക്. നെക്സ്റ്റ് 8th പോയിന്റ്, മീനിങ് ഫുൾ കണക്ഷൻസ്. നമ്മുടെ റിലേഷൻ ആണ് ഈ പറയുന്നത്. അതായത് മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ ആരാണെന്ന് അറിയണമെങ്കിൽ തൻ്റെ കൂടെ 5 സുഹൃത്തുക്കളെ കണ്ടാൽ മതിയാണ്. അവരുടെ ആകെത്തുകയായിരിക്കും നമ്മളെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ല കേട്ടോ, നമ്മുടെ മഹത് വ്യക്തിയായ മഹാത്മാഗാന്ധി പറഞ്ഞാണ്. അപ്പം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നല്ല 5 സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ആരാണെന്ന് നമുക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞതും പറഞ്ഞ് നമ്മൾ സാധാരണക്കാരനോട് മിണ്ടാതിരിക്കണം, അല്ലെ കഷ്ടപ്പെടുന്നവരോട്, അല്ലെ പാവപ്പെട്ടവരോട് അങ്ങനെയൊന്നും ബന്ധം വേണ്ട, റിലേഷൻ വേണ്ട എന്നല്ല. എന്നാലും നമുക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ, നമ്മുടെ ബ്രെയിനിൽ ടോക്ക് നടക്കുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്നതിലും ചർച്ച ചെയ്യുന്നതിലും സ്വീകരിക്കുന്നതും ഒക്കെ ആ ഒരു ഹൈ ലെവലിലുള്ള ആളുകളുമായി സംസാരിക്കണം. അറിയുള്ളൂ. അത്തരത്തിലുള്ള നല്ല കണക്ഷൻസ് അല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്.
കാരണം ഈ ആശയങ്ങളൊക്കെ നമ്മൾക്കുള്ളിൽ ഓരോരോ അറിവുകൾ, ഓരോ വിത്തുകളാണ് നിക്ഷേപിക്കുന്നത്. ആ അറിവുകൾ വളർന്ന നമ്മളെന്തായി മാറുകയാണ്? ഒരു ക്രിയേറ്റർ ആയിട്ട് മാറുകയാണ്. ശരിക്കും നമ്മൾ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ്. വേറൊരു മേഖലയിലും കിട്ടാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് നമ്മളെ തന്നെ മാറ്റാൻ പറ്റും, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ നമ്മുടെ ഫ്രണ്ട് സർക്കിള്, ഇപ്പം എന്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ പഴയ ഒരു ഫ്രണ്ട് സർക്കിൾ അല്ല. അപ്പൊ ശരിക്കും നമുക്ക് ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട നമുക്ക് കൂടുതൽ ഫ്രണ്ട്സിനെ കൂട്ടാനായിട്ട് താല്പര്യം അല്ലെ എന്ന് പറഞ്ഞ പോലെ ഇത് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ ആക്കി മാറ്റാനായിട്ട് നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം എന്ന രീതിയിൽ നല്ലൊരു കണക്ഷൻ, സപ്പോർട്ടിങ് സിസ്റ്റം എന്ന രീതിയിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക, അതൊരു ശീലമാക്കി മാറ്റുക. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേ അഡാപ്റ്റബിൾ, പൊരുത്തപ്പെടാൻ കഴിയണം. നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അതിൽ തന്നെ അപ്ഡേഷൻസ്, അപ്ഗ്രഡേഷൻസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് നമ്മൾ തയ്യാറാണ്. അഡാപ്റ്റ് ചെയ്യണം, പെട്ടെന്ന് നമ്മൾ മാറണം. കാലഘട്ടം മാറുമ്പോൾ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം? സ്പീഡ് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ മാറാനായിട്ട് തയ്യാറാണ്. ഈ ഒരു അഡാപ്റ്റബിലിറ്റി ടോപ്പ് 1% വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വന്നു, നമ്മൾ മാറുന്നില്ല, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല, നമുക്കൊരു അപ്ഡേഷൻസ് ഇല്ല എങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും നമ്മളെ തന്നെ, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം, നമ്മുടെ ലീഡേഴ്സൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ ചേഞ്ച് വെക്കുക. ഓക്കെ, 10th പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്. ഇവിടെ നേരെ പോകുന്ന ഒരവസ്ഥയില്ല അല്ലെ? നമുക്കറിയാം മുകളിലോട്ട് പോകുന്ന ഒരവസ്ഥ മാത്രമാണല്ലോ. മുകളിലോട്ട് പോയാൽ എന്തുണ്ടാവും? താഴോട്ടും പോകേണ്ടി വരും, താഴോട്ട് പോയാൽ മുകളിലോട്ടും പോകേണ്ടി വരും. ഇങ്ങനെ വീണ്ടും മേളിലോട്ടും താഴോട്ടും ഒക്കെ പോകേണ്ടി വരും. അതായത് അപ്പ് ആൻഡ് ഡൗൺസ്. സോ താഴോട്ട് പോകുന്ന അവസരത്തിൽ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. താഴോട്ട് പോകുന്ന അവസരത്തിൽ തിരിച്ചടിച്ച് മുകളിലേക്ക് വരാനുള്ള ആ ഒരു കരുത്ത്, അല്ലെങ്കിൽ ആ ഒരു തന്റേടം, ആ ഒരു കറേജ് ഡെവലപ്പ് ചെയ്യണം. റെസിലൻസ് അല്ലെങ്കിൽ ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള, നമ്മൾ ഏത് പ്രതിസന്ധിയെ തിരിച്ചടിച്ച് മുന്നേറാൻ, അതാണ് ഈ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എത്ര കണ്ട് ദുരന്തം ഫേസ് ചെയ്താലും, ഏതൊക്കെ സ്ട്രഗ്ലിങ് നമ്മൾ ഫേസ് ചെയ്താലും, അവിടെ നിന്ന് വീണ്ടും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ എത്രയൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. യു ഹാവ് ടു ബിൽഡ് ദാറ്റ്. നമ്മളാണ് അത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതായത് നമ്മുടെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ് നമ്മൾ നമ്മളുടെ ബെസ്റ്റ് പുറത്തു കൊണ്ടുവരിക. ആ സമയത്ത് എന്താണ്, ഡെസ്പായിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വീക്കായി പോകത്തേ ഉള്ളൂ, ഒന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. അപ്പം ഏറ്റവും നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും നല്ല സ്മൂത്ത് ആയിട്ട് പോകത്തില്ല അല്ലെ? നമുക്ക് സങ്കടങ്ങളും ഒക്കെ ഉള്ള പ്രയാസങ്ങളും ഒക്കെ ഉള്ളൊരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അതാ വഴിക്ക് വിട്ടേക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ആ സമയത്ത് നമ്മൾ നമ്മളുടെ ബെസ്റ്റ് പുറത്തെടുക്കുക. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും കടത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ കാണും അല്ലെ? നിങ്ങൾ തീരുമാനിക്കണം, എത്ര വലിയ ദുരന്തത്തിലായിക്കോട്ടെ, ഇനി ജീവിതം ഉണ്ടല്ലോ, എന്റെ ജീവൻ അവശേഷിക്കുന്നുണ്ടല്ലോ, ഞാൻ പലതും ഇവിടെ ഇനി ചെയ്യും, എല്ലാം തിരിച്ചു പിടിക്കും, ശക്തമായി മുമ്പോട്ട് പോകും. ആ ഒരു റെസിലൻസ് അത് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്, നല്ലൊരു ഹാബിറ്റാണ്. നിങ്ങളെ കാണുമ്പോൾ മറ്റൊരാൾക്ക് എന്ത് കിട്ടണം? നല്ല എനർജി കിട്ടണം അല്ലെ? ഇത് നമ്മളെ ഇങ്ങനെ നമ്മളെ കാണുമ്പോൾ തന്നെ ആൾക്ക് നെഗറ്റീവ് കിട്ടുവാണെങ്കിൽ ആരെങ്കിലും നമ്മുടെ കൂടെ വരുമോ? പക്ഷെ എന്ത് ചെയ്യാ? നമ്മളുടെ കൂടെ ഒരു പ്രകാശം കിട്ടണം, ഒരു വൈബ്രേഷൻ കിട്ടണം. അതിലൂടെ നിങ്ങൾ എന്ന ജന്മത്തിന് ഈ ഭൂമിയിൽ ഒരർത്ഥം ഉണ്ടാവിരിക്കണം. അതാണ് ഇതൊന്നും ആരും എത്രയൊക്കെ കേട്ടാലും ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും കേട്ടങ്ങ് പോവുക, അത്രേ ഉള്ളൂ. പക്ഷേ തീരുമാനം എടുക്കേണ്ടത് ഓരോരുത്തരും അവരോരായിട്ട് ചിന്തിക്കുക, എനിക്ക് എന്ത് മാറ്റങ്ങൾ വരുത്തണം, ഇതൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കുക. ഓക്കെ, 11 പോയിന്റ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ വർക്ക് ലൈഫ് ബാലൻസ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ശീലമാണ്. പലപ്പോഴും നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജോലി കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ? അതിനോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല എന്റർടൈൻമെന്റുകളും നമുക്ക് വേണം അല്ലെ? സിനിമ കാണണമെങ്കിൽ സിനിമ കാണാം, പാട്ട്, ഡാൻസ്, ഈ ഫാമിലിയോടൊത്ത് ഒരു വൺ ഡേ ടൂറോ, അല്ലെ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, അത് യു ഹാവ് ടു ഡു ദാറ്റ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. വർക്ക് നിങ്ങൾ സന്തോഷം കിട്ടില്ല എന്നൊന്നും അല്ല പറയുന്നത്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ബാലൻസ് ചെയ്യാൻ അല്ലെ? നമുക്ക് മനുഷ്യനാണ്, പല സിറ്റുവേഷൻസ് ഉണ്ടാകും. എപ്പോഴും
ബാലൻസ് നിങ്ങളിലെ ഉള്ളിലുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടൈം കണ്ടെത്തണം. അതിനുവേണ്ടി ചിലവഴിക്കുകയൊക്കെ ചെയ്യുക. ഇതൊരു എന്താണ്, റിഫ്രഷ്മെന്റ് ആണ്. ഇത് നിങ്ങളെ കൂടുതൽ കരുത്തോടെ വർക്ക് ചെയ്യാൻ വേണ്ടി. ഇതൊക്കെ നമുക്ക് എന്തിനാണ് ഈ ഒരു റിഫ്രഷ്മെന്റ്? മതിയില്ലേ, നമ്മളൊരു എപ്പോഴും നമ്മളിങ്ങനെ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ഫാമിലി ആയിട്ട് എത്താനും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ മൈൻഡ് റിഫ്രഷ് ചെയ്യാണ്, ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യണം. ഈ റിഫ്രഷ്മെന്റ് എന്ത് തരുന്നു? നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു മോട്ടിവേഷൻ കിട്ടുകയാണ് ഇന്ന്, അല്ലെ? അപ്പൊ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ ഈ ഒരു ഹാബിറ്റ് നമ്മൾ വളർത്തിയെടുക്കുക. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് പോയിന്റ്, പ്രാക്ടീസ് റെഗുലർ സെൽഫ് അസസ്മെന്റ്. പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞു മറ്റുള്ള ആളുകളുടെ കണ്ണുകളോടെ നിങ്ങളെ കണ്ട് തിരുത്തണമെന്ന്, അല്ലെ? അതേപോലെ നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ തന്നെ മാറി നിന്ന് പറയണം. സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ മാറി നിന്ന് വീക്ഷിക്കുക. അതായത് ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ? അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകാനായിട്ട് എനിക്ക് സാധിക്കണം. ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് എന്താണ്, എന്നാണ്, അത് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടോ, അല്ലെങ്കിൽ ഇത് എന്താണെന്നുള്ളത് ആര് വീക്ഷിക്കണം? ഞാൻ സെൽഫ് അസസ് ചെയ്യണം. അപ്പൊ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ, ഇത് അനലൈസ് ചെയ്യണം. അങ്ങനെ ഒരു സെൽഫ് അസസ് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് മാറുക. ഇത് നമ്മൾ ഒരു ഹാബിറ്റായിട്ട് മാറ്റുക. ഓക്കെ, അങ്ങനെ ഒരു 12 പോയിന്റുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഫസ്റ്റ്, സെറ്റ് ക്ലിയർ ഗോൾ. കൃത്യമായ ഗോൾ നിർണ്ണയിക്കുക. കൃത്യമായ ലക്ഷ്യമില്ലാത്ത ഒരു മനുഷ്യൻ എവിടെ എത്തണമെന്ന് അറിയാണ്ട് ഓടുന്ന ഒരു കപ്പൽ പോലെയാണ്, എവിടെ എത്തൂല കേട്ടോ. സോ കൃത്യമായി കര കണ്ടു വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഒന്നുകൂടെ പറയണം, പ്രയോറിറ്റൈസ് ടാസ്ക്. നിങ്ങൾ ചെയ്യുന്ന ടാസ്ക് 1, 2, 3 എന്ന് പ്രയോറിറ്റൈസ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി, അതാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. തേർഡ് വൺ, കമ്മിറ്റ് ടു കണ്ടിന്യൂസ് ലേണിംഗ്. തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനോഭാവം. എനിക്കൊന്നും അറിയില്ല, എനിക്ക് ഇനിയും കൂടുതൽ സ്റ്റഡി ചെയ്യണം എന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരിക. ഫോർത്ത് വൺ, പ്രാക്ടീസ് ഡിസിപ്ലിൻ. അച്ചടക്കത്തോടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പഠിക്കുക. സ്റ്റേ ഓർഗനൈസ്ഡ്. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടേണ്ട സമയത്ത് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് വെക്കുന്ന ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറാനായിട്ട് നമ്മൾ തയ്യാറാകുക. സിക്സ് വൺ, മാനേജ് ടൈം എഫക്റ്റീവ്ലി. സമയം നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണ്. അത് ഏറ്റവും മനോഹരമായ രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക. അതിൽ മാത്രമേ പ്രിയമുള്ളവരെ നമുക്കൊരു നല്ലൊരു പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, സെവൻത് പോയിന്റ് എന്ന് പറഞ്ഞാൽ സീക്ക് ഫീഡ്ബാക്ക്. മറ്റുള്ള ആളുകളിൽ നിന്നും കൺസ്ട്രക്റ്റീവായി, അതായത് ക്രിറ്റിസിസം ചെയ്യുന്ന ആളുകളിൽ നിന്നും ക്രിറ്റിസിസം എടുക്കുക. അവിടെ നിന്ന് എന്ത് ചെയ്യണം? നമുക്ക് ക്രിറ്റിസിസം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ, നമ്മളെ ആരും ക്രിറ്റിസൈസ് ചെയ്യില്ല, ഞാൻ പറയുന്നില്ല നല്ല ശരി എന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ നിന്നും അതും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിന് വേണ്ട തിരുത്തലുകൾ വരുത്തണം, അല്ലെ? ആരും പെർഫെക്റ്റ് അല്ല, എല്ലാ മനുഷ്യനും പോസിറ്റീവ് നെഗറ്റീവ്. അപ്പൊ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന തിരുത്തലുകൾ വരുത്തി നന്നായി മുന്നോട്ട് പോകുക, നല്ല പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, എട്ടാമത്തെ പോയിന്റ്, ബിൽഡ് മീനിങ് കണക്ഷൻസ്. നമുക്ക് ശാരീരികമായോ മാനസികമായോ ആത്മീയമായിട്ടോ ബുദ്ധിപരമായിട്ടോ ഒക്കെ ഏതെങ്കിലും ഒക്കെ തലത്തിൽ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ സഹായിക്കുന്ന നല്ല കണക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യുക, ഉണ്ടാക്കിയത്. ഇത് ആരുന്ന ഇത് നിന്റെ നല്ല സുഹൃത്താണ്, നീ ഇവരെ വെച്ചോന്ന് കൊണ്ടത്തില്ല, ഇതൊക്കെ നമ്മൾ തന്നെ ചൂസ് ചെയ്യുക. അങ്ങനെ നമുക്ക് നല്ലൊരു മീനിങ് കണക്ഷൻസ് നമ്മൾ റെഡിയാക്കുക. ഓക്കെ, അഡാപ്റ്റബിൾ. പൊരുത്തപ്പെടാവുന്ന, മാറ്റത്തിനനുസരിച്ച് മാറാൻ തയ്യാറാവുക. മാറ്റത്തിനിടെ പെട്ടെന്ന്, അതായത് ഞെരിഞ്ഞമരാനായിട്ട് നമ്മൾ പോകാതിരിക്കുക, നമ്മൾ പൊരുത്തപ്പെടാൻ തയ്യാറാകുക. ഫസ്റ്റ്, അടുത്തത് പ്രാക്ടീസ് റെസിലിയൻസ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശേഷി. പ്രാക്ടീസ് റെസിലിയൻസ്. എത്ര കണ്ട് താഴെ പോയാലും തിരിച്ചു വരാനുള്ള ചങ്കൂറ്റം അല്ലെങ്കിൽ തൻ്റെ ഇടം സ്വയം ബിൽഡ് ചെയ്തെടുക്കുക. ഇതൊന്നും ആരും ചെയ്തു തരുന്ന കാര്യമില്ല കേട്ടോ. അവനവൻ തന്നെ വിചാരിച്ചെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, മെയിൻറ്റെയിൻ വർക്ക് ലൈഫ് ബാലൻസ്. നിങ്ങൾ ജോലി ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, പ്രാക്ടീസ് റെഗുലർ സെൽഫ്
അസസ്മെന്റ് സ്വയം നമ്മൾ വിലയിരുത്തണം. അവനവനെ തന്നെ അസസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഈ ഒരു 12 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്കുള്ളിലെ നിങ്ങളെ കുറച്ചുകൂടി മികച്ച ഒരു വ്യക്തിയെ ആക്കി മാറ്റാനും ഈ ഹാബിറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് നേടിത്തരാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷനെ തന്നെ തിരുത്തി ഈ ലോകത്തിൽ ഗുണകരമായ ഒരു വ്യക്തിയായിട്ട് മാറട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഒരിക്കൽ കൂടി. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു പ്രയോജനം ചെയ്ത് കാണും, ചെയ്യട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ധന്യയായി ഈ ഒരു മോർണിംഗിൽ. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു ഓൾ. താങ്ക് യു മിനി മാം. താങ്ക് യു സോ മച്ച്. പറയാൻ വാക്കുകളില്ല. നമ്മള് കുറച്ചു പേരെങ്കിലും ബാക്ക് ടു സ്കൂളിലോട്ട് പോയൊരു പ്രതീതി തോന്നിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. കാര്യം നമ്മള് കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഇരുന്ന് ഒരു ടീച്ചർ നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിൽ അല്ലെ, ആ ഒരു കട്ട് ആൻഡ് ക്ലിയർ ആയിട്ടാണ് നമുക്ക് ഓരോ പോയിന്റും മിനിമം നമ്മുടെ മടിയിലോട്ട് എടുത്തു വെച്ച് തന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മാം പറഞ്ഞു തന്നു. അപ്പോ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള അക്കമഴിഞ്ഞ നന്ദി ഞാൻ മാമിനെ അറിയിക്കുകയാണ്. അപ്പൊ നമുക്ക് മിനിമം പറഞ്ഞ ഓരോ പോയിന്റുകളും എനിക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. കാര്യം നമുക്കൊരു 2 മാസമായിട്ട് നമുക്ക് വരുമാനമില്ല, അല്ലെങ്കിൽ 3 മാസമായിട്ട് വരുമാനമില്ല. ആ സമയത്ത് വേണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാനായിട്ട്. നമ്മൾ എവിടെയാണോ തളർന്നിരിക്കുന്നത് ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ഓക്കെ, അപ്പം ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഞാൻ മിനിമമിനെ അറിയിക്കുകയാണ്. അപ്പോ നമ്മുടെ ഇന്നത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള, നമ്മുടെ മെന്റർ ആയിട്ടുള്ള, നമ്മുടെ എല്ലാവരുടെയും അന്നദാതാവ് എന്ന് പറയാം അല്ലേ. അതുപോലെ കാര്യം നമ്മള് സാഗർ ജോഷി സാറിന് പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു. അടുത്തൊരു വ്യക്തിത്വം നമ്മുടെ ബഹുമാനപ്പെട്ട മനോജ് സാറ് തന്നെയാണ്. സാറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും. അതുപോലെ തന്നെ നമുക്ക് ആരാണോ ഒരു ദൈവദൂതനെ പോലെ ഈ പ്രൊഡക്റ്റ് നമ്മുടെ കരങ്ങളിൽ എത്തിച്ചത് ആ വ്യക്തിനെയും എന്നും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. കാര്യം പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം നമ്മുടെ കരങ്ങളിൽ കൊണ്ടുതരും അല്ലെ. അപ്പം സാറിന്റെ ഓരോ വാക്കുകളിലും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പ്രാർത്ഥന ഉണ്ടാവും. അപ്പോ എത്ര വാക്കുകൾ പറഞ്ഞാലും എനിക്ക് തീരില്ല. ഒരു മഹത് വ്യക്തിത്വം തന്നെയാണ് നമ്മുടെ മനോജ് സാറ്. അപ്പൊ സാറിനെ ഞാൻ ഈ നമ്മുടെ കൺക്ലൂഷൻ, നമ്മുടെ ക്ലോസിംഗ് സ്പീച്ചിനായിട്ട് ഞാൻ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ വാം വെൽക്കം സാർ. മനോജ് സാർ പ്ലീസ്. ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു സുജാ മാം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ കോട്ടയത്തിന്റെ മണിമുത്ത്, ഇവിടെ കോട്ടയം ടീമിന്റെ ചെയർമാൻ മിനി ജോയ്മാണ് ഇപ്പൊ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത്. വളരെ സജീവമായിട്ട് ബയോട്ടോറിയം ഏറ്റെടുത്തുകൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിലും എല്ലാവർക്കും ആവേശവും ഊർജവും വഴികാട്ടിയുമായി മുൻപന്തിയിൽ നിൽക്കുന്ന അവിടുത്തെ ഗ്രേറ്റ് ലീഡറാണ് മിനി മാം. എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് ബയോട്ടോറിയം നെഞ്ചിലേറ്റി ഇത്രയും ആവേശത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്ട്സ് നമ്മളിൽ നൽകിയ റിസൾട്ട് ആണെന്നുള്ളതാണ്. മാഡത്തിനും കുടുംബത്തിനും കൊടുത്ത ആളുകൾക്കൊക്കെ അത്ഭുതകരമായ റിസൾട്ട് കിട്ടിയപ്പോ ആര് പറഞ്ഞാലും ബയോട്ടോറിയം വിട്ടുപോകാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ള ഒരു ഹൃദയം നിങ്ങളിൽ ഉണ്ടെങ്കിൽ, മനസ്സിലായ, ഒരു ഹൃദയമുള്ള, ഒരു വികാരമുള്ള, ഒരു സത്യസന്ധതയുള്ള ഒരു എന്താ പറയാ അല്ലെ, ഒരു ജീവിയാണ് നമ്മളെങ്കിൽ നമുക്കത് വിട്ടുപോകാൻ വേണ്ടി സാധിക്കും. അതിന്റെ ഭാഗമായിട്ട് തന്നെ ബയോട്ടോറിയത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വളരെ സജീവമായിട്ട് തന്റെ കൂടെ വന്ന ആളുകളെ തന്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഏറ്റെടുത്ത് ഈ അവസരത്തിലേക്ക് കടന്ന വന്ന ആളുകളെ ഫുൾ ടൈം ആയിട്ട് 24 hours ഇതിനുവേണ്ടി തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് വന്ന ഒരു ലീഡറാണ് മിനി മാം. ഞാൻ അടുത്ത കാലത്താണ് കൂടുതലായിട്ട് പരിചയപ്പെടുന്നത്. അതിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. എന്തായാലും പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെയും വളരെ ഒരു നല്ല ഒരു സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, അത് എന്റെ ഒരു സ്വഭാവമാണ്. ആരെ പരിചയപ്പെട്ടാലും അവരുമായിട്ട് നല്ലൊരു സൗഹൃദം സ്ഥാപിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് എന്റെ ഒരു ശീലമാണ്. വളരെ നല്ല രീതിയിൽ ടീമിനെ നയിച്ചു കൊണ്ടുപോകുന്നു. കഴിഞ്ഞ ദിവസം അവരുടെ ടീമിന്റെ ഒരു കോർ മീറ്റിംഗ് ഉണ്ടായിരുന്നു കോട്ടയത്ത്. ബെന്നി സാറിന്റെ ടീമിലാണ് സജീവമായിട്ട് ഈ ടീമൊക്കെ വരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, മേഡം രാവിലത്തെ ഒരു ക്ലാസ് ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ റെഡി, ഓക്കെ ഞാൻ ചെയ്യാം, വ്യാഴാഴ്ച ചെയ്യാം. തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വ്യാഴാഴ്ച ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും തന്നെ ഇന്നത്തെ അവസരമുണ്ട്.
ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ ലീഡേഴ്സായിട്ട് ബന്ധപ്പെടുക, അപ്ലൈ ലീഡേഴ്സായിട്ട്. അവർ വഴി എന്നോട് വിളിക്കുക, പറയാം, നിങ്ങൾക്ക് അതിനുള്ള അവസരം ഇവിടെ തരും. ഇവിടെ ആർക്കും അവസരം നിഷേധിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, അവസരം കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. എന്റെ ലക്ഷ്യം കൊടുക്കലാണ്. മനസ്സിലായില്ലേ? എല്ലാവർക്കും കൊടുക്കുക അവസരങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിവുള്ള ആളുകൾക്കെല്ലാം തന്നെ ഇതിനകത്ത് വന്ന് സംസാരിക്കാം. കഴിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിച്ച് നേടിയെടുക്കേണ്ടതാണ്, അല്ലെ? അതാണ് ഇപ്പൊ സംസാരിച്ച കാര്യം. ഇവിടെ എന്താണ് സംസാരിച്ചത്? വിജയിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ സംസാരിച്ചത്. ഒന്നാമത്തെ കാര്യമാണ് നമ്മളിവിടെ വളരെ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്ത്, നല്ലൊരു ഗോൾ ഉണ്ടാകുക എന്നുള്ളതാണ് വിജയത്തിലേക്ക് പോകാനുള്ള ആദ്യത്തെ വഴി. ആ ഗോളിലേക്കൊക്കെ വരണമെങ്കിൽ എപ്പോഴും നമ്മളെ നോളജ് ബേസ്ഡ് ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും വേണ്ട, പഠിപ്പ് വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, ഒന്നും വേണ്ട എന്നൊക്കെ നമ്മൾ പറയെങ്കിലും, അല്ലേ? നമ്മൾ പറയുമ്പോൾ പറയാണ് ഡയറക്ട് സെല്ലിംഗിലേക്ക് വന്നാൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണ്ട, നിങ്ങൾക്ക് പഠിപ്പ് വേണ്ട, യോഗ്യത വേണ്ട, ഇല്ലേ, ഒന്നും വേണ്ട എന്ന് പറയെങ്കിലും ചെറുതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറായി. ഇത് വലിയ PG ഒന്നും എടുക്കാനില്ല അതിനകത്ത്. മനസ്സിലായ? ഇതെന്താ ചെറിയ നഴ്സറി കുട്ടികൾ പഠിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? അതൊരു ഹാബിറ്റ്സ് ആക്കി മാറ്റുക എന്നുള്ളത്, നമ്മുടെ സ്വഭാവമാക്കി മാറ്റുക, അല്ലേ? സ്വഭാവം എന്താന്ന് പറഞ്ഞാൽ അറിയാം, അല്ലേ? സലീംക്കൊക്കെ പ്രത്യേകിച്ച് അറിയാം. ചില സ്വഭാവങ്ങളിൽ അടിമപ്പെട്ടാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല നമുക്ക്. അതിലേക്ക് എത്താൻ വലിയ പണിയാണ്. സ്വഭാവമായിട്ട് മാറണമെങ്കിൽ അത് ആവർത്തിച്ച് നമ്മളിങ്ങനെ ശീലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പൊ ആവർത്തിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറും. രാവിലെ നിങ്ങളിപ്പോ ഇല്ലേ, ഇത് നമ്മുടെ 7 മണിക്കായിരുന്നു ഈ പ്രോഗ്രാം. ഞാൻ പറഞ്ഞാൽ നമുക്ക് 6 മണിക്കാക്കണം. അയ്യോ സോറി, 6 മണിക്കാക്കല്ലേ, 6 മണിക്കാക്കി 5:30 എങ്ങനെ എഴുന്നേക്കും സാറേ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. പക്ഷെ 6 മണിക്കാക്കിയപ്പോ ഇപ്പൊ കൂടുതലായി. ഇപ്പൊ 218, 220 പേര് കയറിയിട്ടുണ്ട്. ഇനി അത് 5 മണിക്കാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പൊ 5 മണിക്കാക്കിയാൽ അയ്യോ 4:30 എഴുന്നേക്കും. അത് 5 മണിക്കാക്കിയാലും ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം നമ്മൾ ആവശ്യക്കാര് അതിനനുസരിച്ച് നമ്മുടെ എന്താവും മാറ്റും, സ്വഭാവം മാറ്റി കൊണ്ടുവരണം എന്നുള്ളതാണ് വിജയിക്കണമെങ്കിൽ. ഇപ്പൊ 6 മണിക്ക് വെച്ച 7 മണിയാകുമ്പോൾ നമ്മൾ തീർക്കുന്നില്ലെങ്കിൽ 7:15 തീർക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഉടനെ തന്നെ ഫീൽഡിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നു, കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നു. ഇതിനകത്ത് ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നോളജ് നമുക്ക് ആർജിക്കാൻ പറ്റുന്ന എവിടെ നിന്നൊക്കെ ആർജിക്കാൻ കിട്ടുമോ? അത് ബയോട്ടോറിയത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നോളജ് കിട്ടുന്നത് പ്രോഗ്രാംസ് നിന്നാണ്. സുപ്രഭാതങ്ങൾ നടക്കുന്ന ഈ 6am ക്ലബ്ബുകൾ, BOPകൾ, NDOPകൾ, ഇല്ലേ, അതിലെല്ലാം പ്രോഗ്രാംസിൽ നമ്മൾ പങ്കെടുക്കുക എന്നുള്ളതാണ് വിജയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത്, വഴി എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ചാർജ് ചെയ്യപ്പെടുന്നത്. മനസ്സിലായോ? മൊബൈലുകൾ എല്ലാവരും കൊണ്ടു നടക്കുന്നുണ്ട്. കുറെ കഴിയുമ്പോൾ ഇത് സ്വിച്ച് ഓഫ് എന്ന് പറയും, അല്ലെ? സ്വിച്ച് ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ചാർജ് ചെയ്യണം, അല്ലെ? ചാർജ് ചെയ്യാനുള്ള ചാർജർ വെച്ച് നമ്മൾ ചാർജ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഡയറക്ട് സെല്ലിംഗ്. നമ്മൾ ആവേശത്തോടെ ഇങ്ങനെ പോകുമ്പോഴും ഫീൽഡിലൊക്കെ നമുക്ക് അവിടെ പച്ച പരവതാനി വിരിച്ച്, അല്ലെ, നല്ല റോസാപ്പൂക്കൾ മാലയായിട്ട് നിങ്ങൾ സ്വീകരിക്കാൻ ആരും നിൽക്കുന്നില്ല. എന്റെ സുജയ, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടി എന്ന് ചോദിക്കും ചിലപ്പോ, അല്ലെ? നീ എന്നെ ശല്യം ചെയ്യല്ലേ, എനിക്കൊന്നും ഇഷ്ടമില്ല കേട്ടോ, ഞാൻ വേണ്ട എനിക്കെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കുമ്പോ നമ്മൾ അവരോട് ചിരിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് കുഴപ്പമില്ലടി, നീ എന്നാ പിന്നെ ഇപ്പൊ വാങ്ങണ്ട, പിന്നെ നോക്ക് എന്ന് പറഞ്ഞിട്ട് വളരെ സ്നേഹത്തോടെ നമുക്ക് വരാനും അടുത്ത ആളുകളിലേക്ക് പോകാനുള്ള ഒരു ആർജവം നമ്മുടെ മനസ്സിൽ കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഇതുപോലുള്ള പ്രോഗ്രാംസിൽ നമ്മൾ പങ്കെടുക്കണം, അല്ലെ? പ്രോഗ്രാംസ് പങ്കെടുത്താണ്, അല്ലെ? അതായത് കാലം കഴിയും തോറും നമ്മൾ പറയാറുണ്ട്, കൽക്കരി കാലം കഴിഞ്ഞാൽ, അല്ലെ, കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിക്കടിയിൽ വെച്ചിട്ട് അതെന്തായി മാറും നമ്മൾ പഠിച്ചിട്ടുണ്ട്. മനോഹരമായ വജ്രമായിട്ട് മാറും എന്നുള്ളതാണ്, അല്ലെ? തുടക്കത്തിൽ ഇതിനകത്തേക്ക് വരുന്ന ആളുകളൊക്കെ ചിലപ്പോൾ കൽക്കരികളായിരിക്കും. അപ്പോ അത് കഴിഞ്ഞ് ആവർത്തിച്ച് ഇങ്ങനെ പല രീതിയിലൂടെയുള്ള ആളുകളുടെ പെരുമാറ്റത്തിലൂടെയും സംസാരത്തിലൂടെയും അവരുടെ ധിക്കാരത്തിന്റെ അല്ലെങ്കിൽ വെറുപ്പിന്റെയും ഒക്കെ വേദനകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മള് ഹൃദയത്തിലേക്ക് കൊണ്ടിട്ടുണ്ടാവും പലതും. അതിൽ നിന്നെല്ലാം നമ്മൾ സ്ഫുടം ചെയ്തെടുക്കപ്പെടും. ആ സ്ഫുടം ചെയ്തെടുക്കപ്പെടിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥ ഒരു ലീഡറായിട്ട് മാറുക എന്നുള്ളതാണ്, യഥാർത്ഥ ഒരു അച്ചീവറായിട്ട് മാറുക, യഥാർത്ഥ ഒരു വിന്നറായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പൊ അതിനെല്ലാം നമ്മൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് ഫീൽഡിൽ ഇറങ്ങിപ്പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതായത് ഗോളുകൾ സെറ്റ് ചെയ്യണം. ആ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സത്യസന്ധമായ വഴിയിലൂടെ പോകണം കേട്ടോ. ചില ആളുകൾ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളഞ്ഞ വഴികൾ സ്വീകരിക്കാറുണ്ട്. വളഞ്ഞ വഴികൾ താൽക്കാലിക മാത്രമുള്ള വിജയമാണ്. ആ വിജയം സ്ഥിരമായ ഒരു വിജയത്തിലേക്ക് നമ്മൾ എത്തിക്കില്ല എന്ന് തിരിച്ചറിയണം, അല്ലെ? ചില ഗോളുകളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ചില ആളുകൾ ചില ഓഫറൊക്കെ വെക്കും ചില ആളുകൾ. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളഞ്ഞ വഴികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് വരരുത്. കാരണം മറ്റുള്ളവരുടെ ഹൃദയത്തിന് ഒരു വേദന ഉണ്ടാക്കിക്കൊള്ളുന്ന വഴികളായിരിക്കില്ല നമ്മൾ ഒരിക്കലും സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മുടെ വിജയത്തിൽ അതിന് ഒരിക്കലും അത് തൽക്കാലത്തേക്ക് എന്തെങ്കിലും നമുക്ക് കിട്ടുമെന്നല്ലാതെ ശാശ്വതമായ ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് നമ്മളത് തിരിച്ചറിയാം. അപ്പം ഗോളുകൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം. ഗോളുകൾ സെറ്റ് ചെയ്യുമ്പോൾ ഷോർട്ട് ടേം ഗോളുകൾ ഉണ്ടാകണം, മിഡ് ടേം ഗോളുകൾ ഉണ്ടാകണം, ലോങ് ടേം ഗോളുകൾ ഉണ്ടാകണം, അല്ലെ?
സാറാമ്മ മേഡം നല്ലൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാറാമ്മ മേഡം ഇപ്പൊ ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. സാറാമ്മ മേഡം വലിയൊരു വീട് പണിയാനുള്ള ആഗ്രഹത്തിലാണ്. എനിക്കറിയാം മനസ്സിൽ വലിയൊരു സ്വപ്നം ഉണ്ടാവും അല്ലെ. അതിപ്പോ 6 മാസം കൊണ്ട് വലിയ വീട് 5000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണിയെന്ന് പറഞ്ഞാൽ നടക്കൂല. സാറാമ്മ മേഡത്തിൽ നടക്കും, ആർക്കും നടക്കില്ല. അപ്പൊ അതിന് നമ്മളൊരു ലോങ് ടേം ഗോൾ ആക്കുക. ഒരു 3 വർഷം കൊണ്ട് ഞാൻ ഇത്ര സ്ഥലം വാങ്ങിക്കും, ഇന്ന് വീട് പണിയും അല്ലെ, അതിനകത്ത് പോയി താമസിക്കുന്ന രംഗവും ഇല്ലെ, എന്നെയൊക്കെ പാചകാച്ചലിന് വിളിക്കുന്ന രംഗമൊക്കെ മനസ്സിലൊന്ന് ഓർത്തുകൊണ്ട് അല്ലെ, വലിയൊരു പ്രോഗ്രാം നമ്മുടെ ടീമിനെയൊക്കെ വിളിച്ചിട്ടുള്ള നല്ലൊരു പ്രോഗ്രാം. അത് മനസ്സിൽ നമ്മൾ എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ആവർത്തിച്ചുന്ന ഹാബിറ്റ്സ് ആണ് നമുക്കത് നാളെ റിസൾട്ട് ആയിട്ട് നമ്മുടെ മുമ്പിൽ വരിക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും എനിക്ക് വീടൊന്നും പണിയാൻ പറ്റുമൊന്നുമില്ല, ഞാൻ എങ്ങനെയും ഒരു ഫാമിലി ബോണസ് ആഴ്ചയിൽ വാങ്ങാം, എന്നിട്ട് 6820 രൂപ ഡെയിലി 1000 രൂപ വെച്ച് എനിക്ക് ചെലവിനായി, അത്യാവശ്യം മീൻ വാങ്ങാനും പച്ചക്കറി വാങ്ങാനും 1000 രൂപ വെച്ച് ഡെയിലി ആയി. പിന്നെ അത് കഴിയുമ്പോൾ അടുത്തൊരു ഫാമിലി ബോണസിന് ഓടുക. അങ്ങനെയുള്ളവർക്ക് വലിയ വിജയങ്ങൾ നേടാൻ പറ്റില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നടന്നു പോകും എന്നല്ലാതെ അതിപ്പോ നമ്മൾ ജോലിക്ക് പോയാലും സാധിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഇവിടെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനും അത് നെയ്തെടുക്കാനും സാധിക്കണം. അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ആദ്യം അച്ചീവ് ചെയ്യണം. അതിന് വേണ്ടത് എന്താ, വലിയ ഗോളുകൾ കാണണം, അതോടൊപ്പം മിഡ് ടേം ഗോളുകൾ കാണണം, ഷോർട്ട് ടേം ഗോളുകൾ കാണണം. ഷോർട്ട് ടേം ഗോളുകളിലേക്ക് വരുമ്പോൾ ഒരാഴ്ച കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോളുകൾ. ഇത് നമ്മുടെ ഗോളുകൾ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ടീമിന്റെ ഗോളുകളാക്കി കൊടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ലീഡർമാർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റാൻ ചെറിയ ഷോർട്ട് ടേം ഗോളുകൾ നിങ്ങളെ ജീനിയസ് ആൻഡ് വിന്നേഴ്സിൽ വരുന്ന ടീമിന് എന്ത് ചെയ്യുക, ആ ഗോളുകൾ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾ പുഷ്പം പോലെ അത് അച്ചീവ് ചെയ്യുന്നതാണ്. അപ്പൊ അവർക്ക് വിഷമുണ്ടാകുന്ന ഗോളുകൾ കൊടുക്കരുത്, അച്ചീവബിൾ ആയിരിക്കണം ഗോളുകൾ എപ്പോഴും. മനസ്സിലായി? ഒരാഴ്ച കൊണ്ട് നീ 1 ലക്ഷം രൂപ മേടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കുമോ? ഇല്ല അല്ലേ. ആദ്യത്തെ ആഴ്ച നീ ഒരു ഫാമിലി ബോണസ് എല്ലാവരും നിങ്ങൾ മേടിക്കണം കേട്ടോ. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എവിടെയൊക്കെ വരണം, നീ ലിസ്റ്റ് നമുക്ക് അടുത്ത ദിവസം ഫീൽഡിലേക്ക് ഇറങ്ങാന്ന് പറയാം. അപ്പൊ നിങ്ങളുടെ ടീമിൽ ഒരു ലെഫ്റ്റിൽ 2 പേരും റൈറ്റിൽ 2 പേരും അല്ലെങ്കിൽ 4-5 പേര് ഫാമിലി ബോണസ് മേടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇൻകം എന്താവും, നമ്മുടെ ഇൻകം കൂടിക്കൊണ്ടുവരും അല്ലെ. അപ്പൊ അവരുടെ ഇൻകമായി നമ്മുടെ ഇൻകമായി ഇങ്ങനെ ടീമിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗോളുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടേതായ ഒറ്റയ്ക്ക് ഇത്ര രൂപ വാങ്ങണമെന്നല്ല, ടീമിനെയും കൂടെ അച്ചീവബിളാക്കി മാറ്റിക്കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഷോർട്ട് ടേം ഗോളുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കെല്ലാം വളരെ ഹാപ്പി ആവും. അല്ലെ, ഒരു ഫാമിലി ബോണസ് കിട്ടിക്കണം. ഫാമിലി ബോണസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലായിരിക്കും. ഫാമിലി ബോണസ് ഇല്ലെങ്കിലാണ് ആൾക്ക് ബുദ്ധിമുട്ട്. അപ്പൊ ഫാമിലി ബോണസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല, അതൊരു ലഹരി തന്നെയാണ്. അത് തന്നെയാണ് ബയോട്ടോറിയത്തിന്റെ ഒരു വിജയം എന്ന് പറയുന്നത്. ഇന്ന് വരെയും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും കൊടുക്കാത്ത ഒരു ഇൻകമാണ് ഫാമിലി ബോണസ്. അതാണ് ഇത്ര ആളുകളെ ആകർഷിച്ചത്. കാരണം 100 രൂപയുടെ കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ 6820 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്ന ഒരേ ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ടീമിനെ സജ്ജമാക്കുക. അപ്പൊ ഷോർട്ട് ടേം ഗോള്, മിഡ് ടേം ഗോള്, ലോങ് ടേം ഗോള്, അതാണ് മിനി മാഡം ഇവിടെ സംസാരിച്ചത്. ഗോളുകൾ സെറ്റ് ചെയ്യാത്തവർ വിജയിക്കില്ല. പലർക്കും ഗോളുകളില്ല. ഇങ്ങനെ വന്നു, പറഞ്ഞു, പ്രൊഡക്റ്റ് എടുത്തു, ജോയിൻ ചെയ്തു, ലിസ്റ്റാക്കി, 2 പേരെ കാണാൻ പോയി, അവരില്ലെങ്കിൽ ശരി എന്നാ പിന്നെ ഓക്കെ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് തളരരുത്. തളരുന്നവർ എവിടെയും വിജയിക്കാറില്ല. ആവേശത്തോടെ ഏറ്റെടുക്കുന്നവർ മാത്രമേ വിജയിക്കുള്ളൂ എന്നുള്ളതാണ്. തളരാൻ വേണ്ടി പാടില്ല. നമ്മളെ തളർത്താൻ പലരും നോക്കും. ഫീൽഡിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് തളർച്ചയുണ്ടാവും അല്ലെ. ഉദ്ദേശിച്ച ആളുകൾ എന്റെ അടുത്ത ചങ്കാണ്, അവൾ എന്തായാലും ഉറപ്പായിട്ടും എടുക്കും കേട്ടാന്ന് പറഞ്ഞിട്ടാണ് അപ്ലൈനിങ് കൊണ്ട് അവിടെ ചെന്നിട്ടുണ്ടാകുക. അതെല്ലാം കഴിഞ്ഞിട്ടുമ്പോ എനിക്ക് വേണ്ട ഏട്ടാ എന്ന് പറയുമ്പോ നമ്മളെ ചങ്ക് പൊട്ടരുത്. മനസ്സിലായില്ലേ? ഇങ്ങനെ നല്ല സംഭവം ഉണ്ടാവും. നമ്മൾ ഉറപ്പായിട്ട് എടുക്കുന്ന പറഞ്ഞാൽ എടുക്കാറില്ല അല്ലെ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ സുഹൃത്തുക്കൾ പലരും ഞാൻ ആദ്യം പറഞ്ഞപ്പോ അവരൊക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പോയി. ID അടിച്ച ആളുകളുണ്ട്, ആക്ടിവേഷൻ ചെയ്തിട്ടില്ല. ID അടിച്ചു വെക്കാനാ നമുക്ക് 10 ദിവസത്തിനുള്ള ആക്ടിവേഷൻ ചെയ്താൽ മതി. അവസാന നിമിഷത്തിൽ കാലു മാറിയ ആളുകളുണ്ട്. അപ്പോഴൊന്നും തളരാതെ ആവേശത്തോടെ പിടിച്ചു നിന്നവനാണ് ഞാൻ. മനസ്സിലായ? ഒരാളും വന്നിട്ടില്ല. സുഹൃത്തുക്കൾ പലരും എന്റെ കോഴിക്കോടുള്ള സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു, മനോജ് ഒരു പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ഈ എറണാകുളത്തൊന്നും ആരും അതിനകത്ത് ചേരുന്നില്ല, ഒരു കിടക്ക കച്ചവടമാണ് കേട്ടാ. അതുകൊണ്ട് നിങ്ങളൊന്നും ആരും ചെന്ന് പെട്ടുപോയേക്കരുത് അതിനകത്ത്. അതൊന്നും വിജയിക്കാൻ വേണ്ടി പോകുന്നില്ല, അപകടമാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്റെ സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ട് കോഴിക്കോടേക്ക്. പലരും ഇവിടുന്ന് വിളിച്ചിട്ട്. അപ്പൊ പരസ്പരം ചെറിയ പരിചയമുള്ളവര് മാത്രം. അപ്പൊ അങ്ങനെയാണല്ലേ, അവിടെയൊന്നും ആരും എടുക്കുന്നില്ല അല്ലേ. അങ്ങനെ പറഞ്ഞു പോയ ആളുകളാണ് സുഹൃത്തുക്കൾ. അപ്പൊ എനിക്ക് ആവേശം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ ഞാൻ 2ാമത് 3ാമതൊന്നും അവരുടെ അടുത്തൊന്നും പോയിട്ടൊന്നുമില്ല, കഞ്ചാനൊന്നും പോയിട്ടില്ല. അതെന്റെ ഒരു വാശിയായിരുന്നു. അത് വേറെ ലെവൽ. ബിസിനസ്സിൽ അങ്ങനെ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, അവരെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരണം. പക്ഷെ ചില ആളുകളുടെ അടുത്ത് നമുക്ക് ഒരു വാശി ഉണ്ടാവും അല്ലെ. നമ്മളെ തീരെ നിരാകരിച്ചാൽ അവരുടെ മുമ്പിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വാശിയാണ് ഉണ്ടാവണം. അവരോടിട്ട് വാശിയല്ല, നമുക്ക് സ്വയം ഉള്ളിൽ നിന്നൊരു വാശി വരണം.
എന്നാ ഞാനൊന്ന് വിജയിച്ചു. അങ്ങനെ ആവേശത്തോടെ ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് എന്റെ സുഹൃത്തുക്കളെ സീറോയിൽ നിന്ന് കുറെ സീറോ എന്റെ ബാങ്കിലേക്ക് കൂട്ടാൻ വേണ്ടി സാധിച്ചതാണ്. മനസ്സിലായി? അതിന്റെ മുമ്പിൽ 1, 2, 3 ഒക്കെ ഇപ്പൊ കറങ്ങിയിട്ടുണ്ട്. പെട്രോൾ പമ്പ് പെട്രോൾ അടിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങും പോലെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇനി അത് 4ലേക്കോ 5ലേക്കോ 6ലേക്കോ ഇങ്ങനെ കറങ്ങും, പൂജ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായി? അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഉദ്ദേശിച്ച ആളുകൾ വന്നില്ലെങ്കിൽ നമ്മൾ തളരരുത് എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമുക്ക് ആവേശം ഉണ്ടാവണം, വിജയിച്ച് കാണിച്ചു കൊടുക്കാനുള്ള ആവേശം ഉണ്ടാവണം. ഇപ്പൊ ഗോളുകൾ സെറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, ടീമിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക. നമ്മൾ മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ ടീമിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അവരെ മുമ്പിൽ നിങ്ങൾ വണ്ടിയൊക്കെ എടുത്തിട്ട് ടീച്ചറായിട്ട് നിൽക്കരുത് കേട്ടാ. അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ട് എന്താ ഒരു ഉപദേശിയുടെ രൂപത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പഠിപ്പിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യരുത്. ഓ, ഇവള് വലിയ അവള് ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണല്ലോ അവള്, അല്ലെ? അല്ലെങ്കിൽ അങ്ങനെ തോന്നരുത്. വളരെ സിമ്പിൾ ആയിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമുക്ക് വിജയിക്കണമെങ്കിൽ ചില വഴികളുണ്ട്, ഇങ്ങനെയൊക്കെ പോയാൽ നമുക്ക് ഈസി ആയിട്ട് വിജയിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്യണം? ആദ്യം വേണ്ടത് നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കണം. ലിസ്റ്റ് പലരും തയ്യാറാക്കാറില്ല എന്നുള്ളതാണ്. ലിസ്റ്റ് തയ്യാറാക്കിയാലും ഒരു കടലാസ് തുണ്ടിലാണ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് പലരും. അത് വൈകുന്നേരം വരുമ്പോഴേക്കും ചുരുട്ടി അങ്ങോട്ട് എറിയും, കഴിഞ്ഞു, ഇല്ലേ? അപ്പൊ കഴിഞ്ഞ ദിവസം ആരെയൊക്കെ കണ്ടു? നിങ്ങൾക്ക് കഴിഞ്ഞ മാസം കണ്ട ആളുടെ പേരിൽ ഓർമ്മയുണ്ടോ? ഇപ്പൊ എവിടെ ഓർമ്മയുണ്ടാകും, അല്ലെ? കഴിഞ്ഞ മാസം നിങ്ങളുടെ അസോസിയേറ്റ്സിന്റെ കൂടെ ചെന്നിട്ട് എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. അവരുടെ പേര് ഓർമ്മയുണ്ടാവില്ല, അവരുടെ നമ്പർ ഓർമ്മയുണ്ടാവില്ല, അവര് എന്തൊക്കെയാ പറഞ്ഞ് നോക്കാ എന്ന് പറഞ്ഞ് വിട്ട ആളുകളൊക്കെ ഉണ്ടാവും. അവരെ ഒന്നും ഇപ്പൊ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല, തുണ്ടുകടലാസിൽ എഴുതി കഴിഞ്ഞാൽ. നേരെ മറിച്ച് ഞാൻ അതാ നിങ്ങളോട് പറഞ്ഞ ഒരു ഡയറിയിൽ ഡെയിലി 5 പേരെ കാണുന്ന ലിസ്റ്റ് തയ്യാറാക്കും. 5 പേരെ കണ്ടാൽ മതി ദിവസം. 5 പേരെ കഴിഞ്ഞ് അപ്പൊ തന്നെ വീട്ടിലേക്ക് പോയിക്കോളും. വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് ഒക്കെ ഇതിന്റെ ഭാഗമാണ്. 24 മണിക്കൂറും ഞാൻ ഓടുമ്പോൾ ഓടണ്ട. നിങ്ങൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കുക, ആഹ്ലാദിക്കുക. അതാണ് മേഡം പറഞ്ഞ ഒരു കാര്യം, ഇല്ലേ? സന്തോഷിക്കേണ്ട സ്ഥലത്ത് സന്തോഷിക്കണം, പ്രാർത്ഥനയ്ക്ക് പോകണം, പള്ളിയിൽ പോകേണ്ടവർ പോകണം, സിനിമക്ക് പോകേണ്ടവർ പോകണം, പാർക്കിൽ പോയി ഇരുന്നിട്ട് സന്തോഷിക്കേണ്ടവർ സന്തോഷിക്കണം. ചില സമയം അതിന് കൂടുതൽ സമയം കണ്ടെത്തരുത്, അതിൻ്റെതായ സമയം അതിനെല്ലാം കൊടുക്കണം. ഫാമിലി ആയിട്ട് ടൂർ പോകണമെങ്കിൽ പോകണം. അതൊക്കെ നമ്മളൊരു റിഫ്രഷ്മെന്റ് ആണ്. ഒന്നും കൂടെ മൈൻഡ് ഒന്നും കൂടി നല്ലൊരു ബൂസ്റ്റ് ആവും മൈൻഡിൽ. കൂടുതൽ പ്രവർത്തിക്കാനുള്ള ആവേശം, ഊർജ്ജം, എനർജിയൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരെ വിളിക്കുമ്പോൾ ഒരു കാര്യത്തിന് പോകാൻ പറ്റില്ല. എനിക്ക് ബിസിനസ്സായി എന്ന് പറയാതെ എല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം. അപ്പോഴാണ് നമ്മൾ ഒരു അച്ചീവറായിട്ട് മാറുക. ആദ്യം അച്ചീവർ ആകുന്നത് എങ്ങനെയാണെന്ന് അറിയോ? എങ്ങനെ അച്ചീവറായിട്ട് മാറുന്നത്? അച്ചീവറായിട്ട് എങ്ങനെയാ നമ്മൾ മാറുക? ആദ്യം നമ്മൾ തീരുമാനിക്കണം, നമ്മളെ ബ്രെയിനിന് കൊടുക്കണം, ഞാനൊരു അച്ചീവറാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്ക് കൊടുക്കണം നിങ്ങൾ, ഞാനൊരു അച്ചീവറാണ്, ഐ എം എ വിന്നർ. മനസ്സിലായ? ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്കത് സാധിക്കും, ഞാനൊരു വിന്നർ ആണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എപ്പോഴാണോ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നത്, അന്ന് മാത്രമേ നിങ്ങൾക്കൊരു വിന്നർ ആവാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഒരിക്കലും പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാനീ പറഞ്ഞത്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. അല്ലാണ്ട് കുറെ ആളുകളെ കണ്ടതുകൊണ്ടോ കുറെ പ്ലാൻ കൊടുത്തത് കൊണ്ടോ ഒന്നും നമുക്ക് വിന്നർ ആവാൻ വേണ്ടി സാധിക്കില്ല. നമ്മൾ വിന്നർ ആവണമെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കണം. ഞാനൊരു വിന്നറാണ്, ഞാനൊരു അച്ചീവറാണ് എന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എടുക്കൂല കേട്ടോ സംഭവം. പെട്ടെന്നൊന്നും ഏറ്റെടുക്കൂല അത്. അപ്പൊ അത് ആവർത്തിച്ച് നമ്മുടെ സംസാരത്തിലൂടെ, പ്രവൃത്തിയിലൂടെ അതിനെ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്താൽ പിന്നെ രക്ഷയൊന്നുമില്ല. പിന്നെ നിങ്ങൾ അച്ചീവർ ആയിരിക്കും. അത് ആവർത്തിച്ച് നിങ്ങളെ ബ്രെയിനിന് കൊടുത്തുകൊണ്ടിരിക്കണം. ഞാനൊരു അച്ചീവറാ, ഞാനിടത്ത് കൂട്ടി അടിച്ചിരിക്കും കേട്ടോ, ഒരു സംശയം വേണ്ട. അങ്ങനെ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവണം. ബ്രെയിൻ ഇത് കൊടുത്തോണ്ടിരിക്കണം, ഉറപ്പാ, ഇല്ലേ? വളരെ സ്നേഹിച്ച് വളർത്തിയാൽ ഒറ്റ മകളെ ഉണ്ടാവുള്ളൂ, അല്ലെ? അച്ഛനും അമ്മയൊക്കെ വളരെ സ്നേഹിച്ച് വളർത്തി പഠിപ്പിച്ച് അവൾക്ക് വേണ്ടി എല്ലാം റെഡിയാക്കി അവള്, അല്ലെ? ഒരു സുപ്രഭാതത്ത് കാണാം ഒരു എഴുത്ത് എഴുതി വെച്ചിട്ട് ഒറ്റ പോക്ക്, അല്ലെ? ഇപ്പൊ എഴുത്തൊന്നും എഴുതി വെക്കുന്നില്ല, അല്ലെ? മൊബൈലിൽ മെസ്സേജ് ഇടുകയാണ്. ഒറ്റ പോക്കാണ് ആരുടെയെങ്കിലും കൂടെ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട, ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോവാം. അതുവരെ വളർത്തിയ അച്ഛനും അമ്മക്കും അവിടെ യാതൊരു വിലയും ഉണ്ടാവില്ല. ശരിയല്ലേ? അത്രയോ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണത്? അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്ത് കഴിഞ്ഞുകൊണ്ടാണ്. സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്താൽ പിന്നെ രക്ഷയൊന്നും ഉണ്ടാവില്ല, അത് അങ്ങോട്ട് അലിഞ്ഞു ചേരുന്നതാണ്. സബ് കോൺഷ്യസ് മൈൻഡാണ് ഇവിടെ എല്ലാം നടത്തുന്നത്. അതുപോലെയാണ് നമ്മൾ അതുപോലെ ബയട്ടോറിയത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ബയട്ടോറിയം സ്നേഹിക്കുക. ബൈ ദ പ്രൊഡക്റ്റ്, യൂസ് ദ പ്രൊഡക്റ്റ്, ലവ് ദ പ്രൊഡക്റ്റ്, ദെൻ ഷെയർ ദ പ്രൊഡക്റ്റ്. മനസ്സിലായ?
നമ്മൾക്ക് കിട്ടിയ ഈ അവസരത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ വാങ്ങുന്നു, ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ടായിരിക്കും ചിലപ്പോൾ വാങ്ങിയിട്ടുണ്ടാകുക, അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് ഉപയോഗിക്കണം. ഉപയോഗിക്കില്ല പലരും, 1-2 ദിവസമൊക്കെ ഉപയോഗിക്കും, പിന്നെ അത് ഉപയോഗിക്കാതെ മാറ്റിവെക്കും. അപ്പൊ നമുക്ക് വേണ്ടതായ റിസൾട്ട് കിട്ടും. ആവർത്തിച്ച് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ചില ആൾക്ക് റിസൾട്ടേ ഇല്ല എന്ന് പറയും. റിസൾട്ടേ ഇല്ല എന്ന് പറയുന്നവർ കൃത്യമായിട്ട് വീണ്ടും 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 ഉപയോഗിച്ചിരിക്കുമ്പോൾ പക്ക 100% റിസൾട്ട് കിട്ടും. ഇന്നലെ രാത്രി കേട്ടില്ലേ നിങ്ങൾ? എന്തോ ഒരു ആവേശത്തോടെയാണ് ആളുകൾ പറഞ്ഞതല്ലേ റിസൾട്ടുകൾ. റിസൾട്ടിന്റെ പെരുമഴയാണ് ഇന്നലെ ഉണ്ടായത് അവിടെ. നമ്മൾ ചിന്തിക്കാത്ത തരത്തിലുള്ള പല പല റിസൾട്ടുകളാണ് ഇന്നലെ കിട്ടിയത്. എല്ലാ ബുധനാഴ്ച നമ്മൾ റിസൾട്ട് ഷെയറിംഗ് ആണ്. അതിനകത്തേക്ക് പുതിയ ആളുകളെ നിങ്ങൾ എൻട്രി ചെയ്യിപ്പിക്കുക. അതിന്റെ ബേസിക് സയൻസ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ആദ്യം കയറുന്നതിന് പേര്. ഇതൊരു മാഗ്നറ്റോ തെറാപ്പിയുടെ ഉൽപ്പന്നമാണെന്നും ഇത് അകത്ത് കഴിക്കണമെന്നും ഇത് ബയോമാഗ്നറ്റ്സ് വെച്ചുകൊണ്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നും ഇതിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അംഗീകാരമുള്ളതാണെന്നും ഇന്ന് ആയുഷ് മിനിസ്റ്ററുടെ അംഗീകാരമുള്ളതാണ്, ഇന്ന് ആളുകളൊക്കെ ഉപയോഗിക്കുന്നതും ഒരു ബേസിക് നോളജ് കൊടുത്തുകൊണ്ട് വേണം അദ്ദേഹത്തെ നിങ്ങൾ സൂമിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ സൂം കയറി കഴിഞ്ഞാൽ ആളുകൾക്ക് കിട്ടിയ റിസൾട്ട് ഇല്ലേ, പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നും മലപ്പുറത്ത് നിന്നൊക്കെ പലരും പല റിസൾട്ട് പറയുമ്പോൾ അവിടെ തന്നെ ക്ലോസിംഗ് നടന്നു. പിറ്റേ ദിവസം നിങ്ങൾക്ക് രാവിലെ അങ്ങോട്ട് ചെന്നാൽ മതി, അല്ലെങ്കിൽ രാത്രി തന്നെ പറയാം ക്യാഷ് ഇങ്ങോട്ട് ഇട്ടോ, നാളെ തന്നെ പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാം, അടുത്ത ദിവസം നിങ്ങളുടെ വീട്ടിലെത്തും പ്രൊഡക്റ്റ് വരും, അവിടെ കഴിഞ്ഞു, പരിപാടി തീർന്നു. എളുപ്പമാണത്. റിസൾട്ടുകൾ കേൾക്കുമ്പോൾ ആളുകൾ തയ്യാറാവുന്നതാണ്. അപ്പൊ എല്ലാ ബുധനാഴ്ചയും നമ്മൾ ആ റിസൾട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആരെങ്കിലും നിർബന്ധിച്ചായിരിക്കും പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കുക, അവരെ ഫോളോ അപ്പ് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഈ പ്രസ്ഥാനത്തെയും ഈ ഓപ്പർച്യൂണിറ്റിയും ഈ പ്രൊഡക്റ്റിനെയും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ ലവ് ചെയ്യുക, ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിന് വേറൊരു ലെവലാണ്, അല്ലെ? നമ്മൾ പല വർക്കുകൾ ഇഷ്ടപ്പെട്ട് ചെയ്യും. ചിലപ്പം ഇഷ്ടപ്പെടാതെ മറ്റുള്ളവർ നിർബന്ധിച്ച് ചെയ്യും. നിർബന്ധിച്ച് ചെയ്യുമ്പോൾ അതിന്റെ പെർഫോമൻസ് വേറെ ലെവലാണ്. നമ്മൾ സ്വയം ഹൃദയത്തിൽ നിന്ന് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിന്റെ പെർഫോമൻസ് വേറെ ലെവലാണ്. കറക്റ്റല്ലേ ഞാൻ പറഞ്ഞ പോയിന്റ്? അതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് ലവ് ഇറ്റ്സ് എന്നാണ് ഞാൻ പറഞ്ഞത്. ലവ് ദ പ്രൊഡക്റ്റ്, മനസ്സിലായി? അല്ലെങ്കിൽ ലവ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾ ഇഷ്ടപ്പെടുക. ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പൊ നല്ല വിജയത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഞാൻ നീട്ടുന്നില്ല, ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇന്ന് കോഴിക്കോട് BOP ആണ്. കോഴിക്കോട് പ്രദേശത്തുള്ള എല്ലാ ലീഡേഴ്സും നിങ്ങളുടെ വല്ല ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടത്തേക്ക് അറിയിക്കുക. രാവിലെ 10:30 മണിക്ക് പ്രോഗ്രാം അവിടെ സ്റ്റാർട്ട് ചെയ്യും. കോഴിക്കോട് BOP ആണ് ഇന്ന് വ്യാഴാഴ്ച. ശനിയാഴ്ച കൊട്ടാരക്കര ഒരു പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റ് ശ്രീകുമാർ സാറിന്റെ ഓഫീസിലാണ് ശനിയാഴ്ച. ഞാൻ ആ ഭാഗത്ത് ആ പ്രോഗ്രാമിൽ ഉണ്ടാവും. ടീം ബേസ്ഡ് പ്രോഗ്രാമാണ്. എല്ലാവർക്കും അവിടെ പങ്കെടുക്കാം, യാതൊരു പ്രശ്നവുമില്ല. അത് കമ്പനി പ്രോഗ്രാം അല്ല, എന്നാലും ആ പ്രദേശത്തുള്ള എല്ലാവർക്കും പങ്കെടുക്കാം. എവിടെയും നമുക്ക് ആർക്കും റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. എല്ലാവർക്കും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. 10:30 മണിക്ക് ഉച്ചവരെയുള്ളൊരു BOP സെഷനാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. ശനിയാഴ്ച. അടുത്ത ആഴ്ച നമ്മുടെ കോട്ടയം BOP ആണ്. അത് ബുധനാഴ്ചയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ചൊവ്വാഴ്ച അതിനു മുമ്പേ 19-ആം തീയതി തൃശ്ശൂർ NDOP ആണ്. അതിന്റെ പിക്ക് വരും. തൃശ്ശൂർ NDOP ആണ് 19-ആം തീയതി. 20-ആം തീയതി കോട്ടയം BOP ആണ്. ബുധനാഴ്ചത്തേക്ക് മാറ്റിയിട്ട് നമ്മൾ കോട്ടയം BOP എല്ലാ ബുധനാഴ്ചകളും, ഒന്നിടവിട്ട ബുധനാഴ്ചകളാണ് നമ്മൾ ഇനി അവിടെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഓരോ പ്രോഗ്രാംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാം സെന്ററുകൾ ഉപയോഗിക്കുക, പഠിക്കാൻ തയ്യാറാകുക, നല്ല നല്ല ഗോളുകൾ സെറ്റ് ചെയ്യുക, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ മനസ്സാദ്യം മാറ്റണം, അല്ലെ? മനോഭാവം മാറുക എന്നുള്ളത് മാത്രമാണ് വിജയിക്കാനുള്ള വഴികൾ. കൃത്യസമയത്ത് നമ്മൾ സമയം വളരെ കൃത്യത പാലിക്കാനുണ്ട്. ഈ വർക്കിന് ഫീൽഡിലേക്ക് പോകുമ്പോൾ ചില ആളുകൾ വരാൻ പറഞ്ഞാൽ അവിടെ 10 മണി പറഞ്ഞാൽ 12 മണിയായാലും ആളുകൾ എത്തില്ല. മനസ്സിലായില്ലേ? അതെല്ലാം വളരെ പ്രധാനമാണ്. ടൈം പങ്ക്ച്വാലിറ്റി വേണം എന്നുള്ളതാണ്. വാക്ക് പറഞ്ഞാൽ വാക്കിന് വില കൊടുക്കണം നമ്മൾ, അല്ലെ? അപ്പൊ ചിലപ്പോൾ ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അത് കൂടാതെ അല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ചില ആളുകൾ ചെയ്യാറുണ്ട്. അത് പാടില്ല. നമ്മൾ പങ്ക്ച്വാലിറ്റി വളരെ നമ്മൾ കീപ്പ് ചെയ്യണം. പറഞ്ഞ വാക്ക് പാലിക്കണം. എല്ലാം പറഞ്ഞിട്ട് അവൻ രാവിലെ വിളിച്ചിട്ട് പറയൂ എനിക്കിന്ന് വരാൻ പറ്റില്ല കേട്ടോ, ഇന്ന് വേറെ ആരെങ്കിലും ഇങ്ങോട്ട് പൊയ്ക്കോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഒഴിഞ്ഞു മാറുക എന്ന് പറയും. അതൊന്നും പാടില്ല. നമ്മുടെയൊക്കെയാണ് നമ്മുടെ ലീഡർഷിപ്പ്. നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തുക എന്നുള്ളതാണ്. വാക്ക് പറഞ്ഞാൽ നമ്മൾ എന്ത് തടസ്സങ്ങൾ വന്നാലും അവിടെ എത്താൻ വേണ്ടി തയ്യാറാണ്. കാരണം നമ്മളെ വിശ്വസിച്ചിട്ട് വലിയ വർക്കുകൾ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അല്പം വൈകിയാൽ പോലും അവിടെ എത്തിച്ചേരാൻ വേണ്ടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ആത്മാർത്ഥതയും കമ്മിറ്റ്മെന്റുമാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. പലർക്കും കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ കൊണ്ടുവന്ന ആളുകളോട്, നമ്മുടെ ടീമിനോട്, നമ്മൾ പറയുന്ന വാക്കുകളോട്, നമ്മുടെ പ്രവൃത്തികളോട് ഇതൊക്കെ കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. കമ്മിറ്റ്മെന്റ് ആണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക. കമ്മിറ്റ്മെന്റ് പലരും പാലിക്കാറില്ല എന്നുള്ളത്. അതിൽ വെള്ളം ചേർക്കരുത്. പലരും കമ്മിറ്റ്മെന്റിൽ വെള്ളം ചേർക്കും. കമ്മിറ്റ്മെന്റിൽ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല കേട്ടാ. പാൽപ്പായസത്തിൽ കുറെ വെള്ളം ചേർത്താൽ അതിന് ടേസ്റ്റ് ഉണ്ടാവോ?
ഇല്ല അല്ലെ, അതിന് ടേസ്റ്റ് വേണമെങ്കിൽ അതെല്ലാം ഒരു പരുവത്തിൽ വരണം കറക്റ്റ് ആയിട്ട് അല്ലെ. പാൽപ്പായസം ഉണ്ടാക്കുന്ന ആളുകൾക്കറിയാം. പാലും പഞ്ചസാരയും അതിലുള്ള ചേരുവകളും ഒക്കെ ഇതിൽ വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ കമ്മിറ്റ്മെന്റിൽ വെള്ളം ചേർക്കാൻ വേണ്ടി പാടില്ല. നല്ല കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് ഇത് ഏറ്റെടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം അവതരിപ്പിച്ച മിനി മാം, അതുപോലെ തന്നെ സുജ മാം, ഇവരൊക്കെ നല്ല പുലികളാണ്. കോട്ടയത്തെ താരങ്ങളാണ് ഇവരൊക്കെ. കോട്ടയത്ത് ഒതുങ്ങി നിൽക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. കോട്ടയത്ത് നിന്ന് തുടങ്ങിയിട്ട് ലോകത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കും വ്യാപരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. നല്ല രീതിയിലുള്ള നല്ലൊരു ടീമിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതിന് സത്യസന്ധമായ വഴികളിലൂടെ പോവുക, ആവശ്യത്തോടെ പോവുക, ഊർജ്ജത്തോടെ പോവുക, പുതിയ പുതിയ ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് പോവുക. മനസ്സിലായില്ലേ? പ്രാർത്ഥനയോടെ പോവുക. ഒരു മൈൻഡ് സെറ്റ്, നല്ലൊരു വിന്നേഴ്സ് മൈൻഡ് സെറ്റ് നിങ്ങളിലേക്ക് സ്വയം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റി സാധിക്കണം. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു പോയാൽ വളരെ നല്ല രീതിയിൽ നോളജ് ബേസ്ഡ് ബിസിനസ് ആണ്. അറിവുകൾ നേടണം. അത് അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. നേടിയാൽ മാത്രം പോരാ അല്ലെ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുക, പഠിപ്പിക്കുക, പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 10 പേരെ ഉള്ളൂ, ആ 10 പേരെ കൃത്യമായിട്ട് പഠിപ്പിച്ചെടുക്കുക. പിന്നെ അത് 100 വലിയ താമസമൊന്നും ഉണ്ടാവില്ല. ആ 10 പേരെ കൊണ്ട് അടുത്ത 10 പേരെ പഠിപ്പിക്കുക. ഞാൻ എപ്പോഴും പ്രോഗ്രാമിൽ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരു 31 പേരുടെ ഒരു എന്തുണ്ടാകണം, ഒരു ചാവേർപ്പട ഉണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത്. 31 പേരുടെ ഒരു ചാവേർപ്പട ഇല്ലേ. ഇപ്പൊ തുടങ്ങിയവർക്കൊന്നും അത് ഉണ്ടാവില്ല. സ്റ്റാർട്ടിങ്ങിൽ 2 പേര്, ആദ്യം 2 പേരാണ് വരുന്നത്. അവരെ നന്നായിട്ട് പഠിപ്പിക്കുക, പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിപ്പിക്കുക, ഐഡിയ അടിക്കാൻ പഠിപ്പിക്കണം കേട്ടോ. പലരും അത് പഠിപ്പിക്കാറില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പരാജയത്തിന്റെ ഏറ്റവും പ്രധാന കാരണം. നിങ്ങളുടെ ടീമിൽ ടെക്നിക്കലായിട്ട് അറിയുന്ന എത്ര പേരുണ്ട്, അവർക്കാണ് എന്നാലും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എൻട്രി വെക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ നിങ്ങൾ വിളിക്കും, എന്റെ ഒരു എൻട്രി അടിച്ചേ, എന്ത് വെച്ചേ, ഇതിപ്പോ അപ്പൊ മറ്റവര് വിളിക്കും അല്ലെ. ആകെപ്പാട് നമുക്ക് ടെൻഷൻ ആവും. ഇപ്പൊ സമയം തീരാൻ പോവാണ് ഇല്ല, അപ്പൊ നെറ്റ് ഉണ്ടാവില്ല, ഫണ്ട് ട്രാൻസ്ഫർ ആവുന്നില്ല ഇല്ലേ. ഇങ്ങനെയൊക്കെ പല പല പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൂടെ വന്ന 2 പേർക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചും എന്റെ ഡെമോ കാണിച്ചു കൊടുക്കാനും ഒക്കെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനമാണ് ഐഡി ക്രിയേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. ചിലപ്പോൾ പ്രായമുള്ളവരൊക്കെ ആയിരിക്കും, അവർക്ക് ചിലപ്പോൾ ഐഡി അടിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് വേണം, അവരുടെ വീട്ടിൽ കുട്ടികളുണ്ടാവും അല്ലെ, മക്കളുണ്ടാവും, അവരെ വിളിച്ചിരുത്തിയിട്ട് ഐഡി അടിക്കാൻ പഠിപ്പിക്കുക. അപ്പൊ നമ്മള് സ്പീഡ് ഒന്നും കൂടെ കൂടും എന്നുള്ളതാണ് ബിസിനസിന്റെ. അപ്പൊ ടെക്നിക്കൽ ട്രെയിനിങ് കൊടുക്കണം, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ട്രെയിനിങ് കൊടുക്കണം. ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിപ്പിക്കണം. ഇത് നമ്മൾ ചെയ്യുന്ന ഇൻഡസ്ട്രി ലീഗൽ ആണോ, ഇത് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, തടസ്സങ്ങളുണ്ടോ മുതലായ കാര്യങ്ങളെ കുറിച്ച് ആ ഫാമിലി ചെന്ന് പറഞ്ഞു കൊടുക്കണം. എനിക്ക് ഭാവിയുടെ ബിസിനസ് ആണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ നോളജുകളൊക്കെയാണ് അവരെ ആവേശത്തോടെ ഇത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് അല്ലെ. ഇതിന്റെ ആക്റ്റീവ് പാസീവ് ഇൻകത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. ആക്റ്റീവും പാസീവ് ഇൻകം എന്നുള്ള വ്യത്യാസത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അതൊക്കെ പറയുമ്പോൾ അവർക്ക് ആവേശം ഉണ്ടാവും. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ അതാണ്, നമ്മൾ ഒന്നും അറിയാതെയാണ് അക്കൗണ്ടിലേക്ക് കാശ് വരുന്നത് അല്ലെ. ഇന്നലേക്ക് 2 കട്ട് ഓഫിൽ എനിക്കൊക്കെ ഇങ്ങനെ വരുമാനം വന്നുകൊണ്ടിരിക്കുക. ആരും ചിരിക്കുന്നില്ല, ആയിരിക്കും ദേഷ്യം, 2 കട്ട് ഓഫിൽ ഇയാൾക്ക് വന്നു അല്ലേ. ചില ആൾക്ക് ആഴ്ചയിൽ എണ്ണിച്ചുട്ട് അപ്പം പോലെയൊക്കെയാണ് എടുക്കുന്നത്. നമ്മൾ ഡെയിലി വരുമാനമാണെന്ന്, ഡെയിലി ബിസിനസ് കയറ്റണം. ഞാനതാ എല്ലാവരോടും പറയുന്നത്. ഞാനൊക്കെ വിജയിച്ച വഴി ഏതാണ്? ആഴ്ചക്ക് 3 ദിവസം 2, അതല്ല, ഡെയിലി ബിസിനസ്, ഡെയിലി 2 പേയോട്ട് സാഗർ സാർ തരാൻ തയ്യാറാണെങ്കിൽ 3 പേയോട്ട് മേടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായ? സാഗർ സാർ ഇപ്പൊ 2 പേയോട്ട് ഡെയിലി തരാൻ തയ്യാറുണ്ട്. ഇപ്പൊ 2 പേയോട്ടല്ല കേട്ടോ, 4 പേയോട്ടാ ഡെയിലി. വല്ലതും അറിയോ നിങ്ങൾക്ക്? അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം, ഇപ്പൊ പറയുന്നില്ല, അതവിടെ നിൽക്കട്ടെ, ഒരു സസ്പെൻസ് ആയിട്ട്. ഡെയിലി 4 പേയോട്ട് ഉണ്ട്, അറിയോ? നിങ്ങൾക്ക് 2 പേയോട്ടിൽ അറിയുള്ളൂ. 5 AM 5 PM അല്ലെ, കഴിഞ്ഞ്. അത് തന്നെ ആഴ്ചക്ക് 2 മേടിച്ചാൽ മതി എന്നാണ്. ഡെയിലി മേടിക്കണമെന്ന്. ഡെയിലി 4 പേയോട്ട് എങ്ങനെയാ വരുന്നതെന്ന് അറിയോ? 5 മണിക്ക് ഒരു പേയോട്ട്. ഇപ്പൊ രാവിലത്തെ 5 മണിക്കത്തെ പേയോട്ട് വന്നു, സീലിംഗാ. ആശിപ്പ് വരും അടുത്ത ദിവസം, നാളെ വരും അല്ലെ, ഇന്ന് വരും അല്ലേ, ഇന്ന് വ്യാഴാഴ്ച. ഇന്നലെ വെച്ചവരുടെ എല്ലാം പേയോട്ട് ഇന്ന് വരാൻ വേണ്ടി പോവാ. 5 മണിക്ക് ഒരു പേയോട്ട്. പിന്നെ അടുത്ത പേയോട്ട് എപ്പോഴാ? ഉച്ചക്ക് 12 മണിക്ക് ഒരു പേയോട്ട് ഉണ്ട് കേട്ടാ. അതറിയില്ല പലർക്കും. ഉച്ചക്ക് 12 മണിക്ക് ഒരു കട്ട് ഓഫ് ഉണ്ട്. അതാണ് നമ്മുടെ റീപർച്ചേസ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. നമ്മുടെ ബോത്ത് സൈഡിലും ആരെങ്കിലും ജീനിയസിലും വിന്നേഴ്സിലും റീപർച്ചേസ് ചെയ്താൽ അത് ഉച്ചക്ക് 11:58 12 മണിക്കാണ് അതിന്റെ കട്ട് ഓഫ്. ഇപ്പൊ 2ാമത്തെ പേയോട്ട് ആയില്ലേ. 3ാമത്തെ പേയോട്ട് വൈകുന്നേരം 5 മണിക്ക് അടുത്ത കട്ട് ഓഫ്. 4ാമത്തെ പേയോട്ട് രാത്രി 12 മണിക്ക്. അപ്പൊ 4 പേയോട്ടാണ് ഒരു ദിവസം. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയല്ലോ അല്ലെ. ഇപ്പൊ 4 പേയോട്ട് ഇപ്പൊ ഉണ്ട്. അതുകൂടാതെ പിക്കപ്പ് സെന്റർ എടുത്ത ആളുകളുടെ പേയോട്ട് വേറെ, ഡിസ്ട്രിക്ട് സ്റ്റോക്കിസ്റ്റിന്റെ പേയോട്ട് വേറെ. റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് തന്നെ വരികയാണ്. നമ്മൾ റീറ്റെയിൽ ചെയ്യുന്നതനുസരിച്ച പേയോട്ട്. അങ്ങനെ എന്തെല്ലാം പേയോട്ടുകളാണ് വരാൻ വേണ്ടി പോകുന്നത്. അതുകൂടാതെ LRP അല്ലെ, ഓരോ വരുമാനം, ഓരോ രൂപ നമ്മുടെ കിട്ടുമ്പോഴും സാഗർ സാറ് നമ്മുടെ വിദേശ ടൂറിന് വേണ്ടി LRP തരിക.
ഗൾഫിലേക്ക് പറക്കുക. ഒരു സംശയം വേണ്ട കേട്ടോ. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ചാറ്റേഡ് ഫ്ലൈറ്റ് വരും. എന്നാലും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കരുത്. യോ എന്നും പറഞ്ഞിട്ട് കരയരുത്. കണ്ണിന്ന് വെള്ളം വീണിട്ട് യാതൊരു കാര്യമില്ല. ടാറ്റ പറഞ്ഞിട്ട് ആൾക്കാര് പോവും. അതുകൊണ്ട് ഇപ്പോഴേ റെഡി ആയിക്കൊള്ളണം. 3 ലക്ഷം രൂപ അച്ചീവ് ചെയ്ത ആളുകൾക്ക് തായ്ലൻഡ് ട്രിപ്പാ. അത് ഡിസംബറിൽ ഇവിടുന്ന് 2 ഫ്ലൈറ്റ് പോകും ഉറപ്പായിട്ടും. സാറിനോട് ഞാൻ പറഞ്ഞിട്ടില്ല, കൊച്ചി വിമാനത്താവളത്തിലേക്ക് ഫ്ലൈറ്റ് വിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനകത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. ഒരുമിച്ച് പോകുമ്പോൾ അതിലൊരു ആവേശമാണ് അല്ലെ. നമ്മളെല്ലാം കൂടി ചേർന്ന് ഒരു ഫാമിലി ആയിട്ട് തായ്ലൻഡിലേക്ക് പറക്കും. അതുകൊണ്ട് ടീമിലേക്ക് ഈ സന്ദേശം പാസ് ചെയ്യുക. അതുകൊണ്ട് 3 ലക്ഷം രൂപ എല്ലാവർക്കും ബോട്ടം ലെവലുള്ള ആൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ എല്ലാവരും തയ്യാറാകുക. ലോകം മുഴുവൻ സന്തോഷത്തോടു കൂടി ഇല്ലേ, നമ്മുടെ സ്ലാഗൻ തന്നെ അതാണ്, ഹെൽത്തി ഇന്ത്യ, വെൽത്തി ഇന്ത്യ, ഹാപ്പി ഇന്ത്യ. ഒരു ഹാപ്പിനെസ് നമ്മളിലേക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ യാത്രകൾക്ക് സാധിക്കും. അതിന് വേണ്ടുന്ന ഊർജ്ജവും ആവേശവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. അതുകൊണ്ട് നിർത്തുകയാണ്. അതുകൊണ്ട് പുതിയ ആവേശത്തോടു കൂടി ഇത് ഏറ്റെടുക്കുക. നിങ്ങൾ വിജയിക്കാൻ വേണ്ടി പോകുന്നവർ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അതിനാണ് ഈ സുപ്രഭാതങ്ങളിൽ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള മനസ്സ് ദൈവം തരുന്നത് തന്നെ നിങ്ങളുടെ വിജയത്തിന്റെ ആദ്യത്തെ ലക്ഷണമാണ്. അതുകൊണ്ട് കൂടുതൽ ആവേശത്തോടു കൂടി കൂടുതൽ ആളുകളെ കാണാനും നിങ്ങൾക്ക് പ്രൊജക്ട് കൊടുക്കാനും ഓപ്പർച്യൂണിറ്റീസ് പ്രസന്റ് ചെയ്യാനും പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുള്ള ഊർജ്ജവും കഴിവും ആരോഗ്യവും സമാധാനവും സമ്പത്തും ഒക്കെ നിങ്ങൾക്ക് ഈശ്വരൻ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. ജയ് 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 ഇബേട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ബിഗ് സല്യൂട്ട് തന്നെയാണ്. കാര്യം ഇത്രോ സമയം കൊണ്ട് നമ്മളൊരു വേറെ ലെവലിലോട്ടാണ് സാർ എത്തിച്ചേക്കുന്നത്. അപ്പൊ വാശിയോടുകൂടി തന്നെ, അപ്പൊ ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഞങ്ങളുടെ ഗ്രേറ്റ് ദൈവമായിട്ടുള്ള നമ്മുടെ മനോജ് സാറിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ സാർ ഇപ്പൊ പറഞ്ഞതുപോലെ 4 ഇൻകം നമുക്ക് ഈസി ആയിട്ട്, നമ്മൾ എന്തിനാണ് ഇനി നമ്മള് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്തിനാണ് നമ്മളൊരു 1000 രൂപ കിട്ടുന്ന ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊരു എഫേർട്ട് എടുക്കുന്നത്. ഇത് ഒരു ദിവസം നമുക്ക് ഇത്രത്തോളം വരുമാനം കിട്ടുന്ന അവസരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുക. ആ മാറ്റി വെക്കാതെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, നമുക്ക് ആയുസ്സുള്ളിടത്തോളം കാലം നമ്മുടെ ഈ ഒരു കുടുംബം, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു അവസരത്തെ നമുക്ക് ആത്മാർത്ഥമായിട്ട് മുന്നേറാം. ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തത് നമ്മുടെ മിനിമാമിന് ഒന്നും കൂടെ നന്ദി പറയുകയാണ്. മനോജ് സാറിന് അക്കമഴിഞ്ഞ് നന്ദി പറയുകയാണ്. അപ്പൊ എല്ലാവർക്കും ഐ ആം ദ ലീഡർ, ഐ ആം ദ ബെസ്റ്റ്. നമുക്ക് തകർക്കാൻ പറ്റാത്തൊരു വിശ്വാസം നമ്മുടെ ബൈറ്റോറിയത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും നമ്മളെ തന്നെ നമ്മൾ വിശ്വസിക്കുക. ഞാൻ വിന്നർ ആകും. അതുപോലെ നമ്മൾ കമ്പനിയെ വിശ്വസിക്കുക, നന്നായിട്ട് നമ്മൾ പ്രൊഡക്റ്റിനെ വിശ്വസിക്കുക. ഈ കോടികൾ നമ്മൾ ഈ ഒരു അവസരത്തിലൂടെ നമ്മൾ ഏൺ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുക. ആ വിശ്വാസം മാത്രം പോരാ, നമ്മൾ ഓരോരുത്തരും നല്ല രീതിയിൽ പ്രവർത്തിക്കുക. ഓക്കെ, ഇന്ന് സാറ് പറഞ്ഞു 5 പേരെ കണ്ടിട്ട് ഞാൻ ഇന്ന് വീട്ടിൽ കയറിയുള്ളൂ. ആ ഒരു വാശി നമുക്ക് അവരെ എടുക്കത്തില്ലയോ, എടുത്താൽ അവരുടെ യോഗം എന്ന് മാത്രം ചിന്തിക്കുക. അവിടെ നമ്മൾ തളർന്ന് നമ്മൾ വീട്ടിലോട്ട് വരണ്ട. അവരൊരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലോട്ട് ഒരു മഹാലക്ഷ്മി കടന്നു ചെല്ലുകയാണ്. അതാണ് നമ്മൾ. അപ്പൊ അവര് എടുത്തെങ്കിൽ അവരുടെ അനുഗ്രഹം. അപ്പം ആ ഒരു അനുഗ്രഹത്തോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. എന്നും നന്ദിയുള്ളവരാകാം. നമ്മുടെ ഓരോ വാക്കുകളും നമ്മുടെ ഓരോ പ്രവൃത്തികളും സത്യസന്ധമാകട്ടെ. ആ സത്യസന്ധമായാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ഒരിക്കൽ കൂടി ഇന്ന് ഈ സൂമിലേക്ക് വന്ന എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. എല്ലാ ലീഡേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. ജയ് ഈ ബൈറ്റോറിയം. താങ്ക് യു.